शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषये भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। षडाननं चन्दनलेपिताङ्गं महोरसं दिव्यमयूरवाहनं रुद्रस्य सूनुं सुरसैन्यनादं ब्रह्मण्यदेवं शरणं प्रपद्ये। भूतनाथ सदानन्द सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः। श्रीराघवं दशरथात्मजमप्रमेयं सीतापतिं रघुकुलान्वयरत्नदीपम् आजानुबाहुम् अरविन्ददलायदाक्षं रामं निशाचरविनाशकरं नमामि। आञ्जनेयमतिपाटलाननं काञ्चनाद्रिकमनीयविग्रहं पारिजाततरुमूलवासिनं भावयामि पवमाननन्दनम्। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्तकम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। ओम श्री गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। ओम नमः शिवाय। ओम श्री महादेव्यै नमः। श्री रामचंद्र स्वामिने नमः। ओम श्री आंजनेय स्वामिने नमः। ओम नमः परम ऋषिभ्यो नमः। परम ऋषिभ्यः
ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. എല്ലാവർക്കും യുഗാദി അല്ലെങ്കിൽ നവവത്സര ആശംസകൾ. എല്ലാവർക്കും വസന്ത നവരാത്രി ആശംസകൾ, രാമനവമി ആശംസകൾ. ഇന്ന് സംസ്കൃത വർഷം, പുതിയ വർഷം പിറക്കുന്നതായിട്ടുള്ള ദിവസമാണ്. ചൈത്രമാസത്തിൻ്റെ ആരംഭം. പല പേരുകളിലാണ് പല സംസ്ഥാനങ്ങളിൽ ഇത് ആചരിക്കുന്നത്. യുഗാദി എന്ന് പൊതുവെ പറയും. ഒരു പുതിയ നല്ല സംവത്സരമായി തീരട്ടെ ഈ സംവത്സരം എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഇന്ന് മുതൽ വസന്ത നവരാത്രിയും ആരംഭിക്കുന്നു. വർഷത്തിൽ 4 നവരാത്രികളുണ്ട്. 3 മാസം കൂടുമ്പോൾ. അതിൽ നമ്മളിവിടെ കേരളത്തിലൊക്കെ ആചരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായത് ശരത് നവരാത്രിയാണ്. നമ്മൾ കന്നിമാസത്തിൽ ആചരിക്കുന്നതായിട്ട് നവരാത്രി, ശരത് നവരാത്രി. ഈ നമ്മുടെ കേരളത്തിൽ വേനൽക്കാലമായിരിക്കുമ്പോൾ വടക്കേന്ത്യയിൽ വസന്തകാലമാണ്. അതുകൊണ്ടാണ് അവിടെ വസന്ത നവരാത്രി എന്ന് പറയുന്നത്. ഇപ്പോൾ വസന്ത ഋതുവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല ചുട്ടുപഴുത്ത വേനൽ ആരംഭിച്ചു അല്ലേ? മീനം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേനലാണ്. പക്ഷേ വടക്കേന്ത്യയിൽ ഇത് വസന്ത ഋതുവാണ്, പൂക്കാലമാണ്. പക്ഷെ ഇപ്പം എല്ലായിടത്തും വേനൽ തന്നെയാണ്. ഇപ്പം നല്ല, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കാശിക്ക് പോയിട്ട് വന്നാൽ നല്ല ചൂടാണ്. അപ്പോൾ ഈ നവരാത്രിയും ശരത് നവരാത്രി പോലെ തന്നെ കൊണ്ടാടും വടക്കേന്ത്യക്കാരും മറ്റ് പല ദേശങ്ങളിലും. ദേവി ഉപാസനയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ശ്രീരാമനവമി, ഈ വരുന്ന നവമിയാണ് ശ്രീരാമനവമി, ശ്രീരാമ ജന്മതിഥി. അതിന് മുന്നോടിയായിട്ട് 9 ദിവസങ്ങൾ നമ്മൾ ശ്രീരാമനവമിയോടനുബന്ധമായി ആഘോഷങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്നു. ഇവിടെ നമ്മൾ കോട്ടയ്ക്കകം ആഞ്ജനേയ ക്ഷേത്രത്തിൽ വർഷങ്ങളായി ഈ ശ്രീരാമനവമി സമുചിതമായി ആചരിക്കപ്പെടുന്നുണ്ട്. ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹത്താലും സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന സമേതനായ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്താലും കോട്ടയ്ക്കകം ആഞ്ജനേയ ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് ശ്രീരാമനവമി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2 വർഷം കൊറോണയുടെ ലോക്ക്ഡൗൺ ബാധിക്കപ്പെട്ടു. നമ്മൾ മാർച്ച് 2020 പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് വേണ്ട പോലെ നടത്താൻ പറ്റിയില്ല. 2021 നടന്നില്ല അല്ലേ? നടന്നില്ലല്ലോ അയ്യപ്പ? നടന്നോ? ഇല്ല. അയ്യപ്പനുണ്ടാവും. അപ്പോൾ 2009 മുതൽക്ക് ഈ രാമനവമി പ്രഭാഷണങ്ങൾക്ക് സ്വാമിക്ക് സ്ഥിരമായിട്ട് ഭാഗ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? സ്വാമി പാലക്കാട് വന്നതിന് ശേഷം നമ്മുടെ ആഞ്ജനേയ സേവാ സമിതി സ്വാമിയെ തന്നെ പുറകെ പിടിച്ചിരിക്കുന്നത്. സ്വാമിക്കും അതൊരു അനുഗ്രഹമായിട്ടേ എടുത്തിട്ടുള്ളൂ. നമ്മൾ പുറത്ത് വഴിയിലാണ് പന്തലിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. ഭാഗ്യം ഈ വർഷം വളരെ സൗകര്യപ്രദമായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റേജും നല്ലൊരു ഇരിക്കാനുള്ള സൗകര്യങ്ങളും ആരുടെയും ഉപദ്രവമില്ലാതെ നമുക്ക് സുഗമമായിട്ട് നടത്താം. പക്ഷേ എന്താണ്, ആളുകൾ മാത്രമില്ല അല്ലേ? എല്ലാവരും എന്തുകൊണ്ടാണെന്നറിയില്ല. കൊറോണ പേടി കൊണ്ടാണോ, അതോ ചൂട് കൊണ്ടാണോ, അതോ മറ്റു വല്ല അസുഖങ്ങൾ കൊണ്ടാണോ, എന്ത് കാരണങ്ങൾ കൊണ്ടെന്ന് അറിയുന്നില്ല. അല്ലെങ്കിലും സാധാരണ നമുക്ക് രാമനവമി കാലത്ത് കുറച്ച് ആളുകൾ കുറയും. ചൂടുകാലം ആയതുകൊണ്ട് തന്നെയാണ്. വൈകിട്ടൊരു 6 മണി വരെയും ചൂടുണ്ട്.
എന്നാലേ വെയിലാവുന്നുള്ളൂ. അപ്പോൾ പല മടികളുമായിരിക്കാം. ഇനി നാളെ തൊട്ട് വരുമോന്ന് അറിയില്ല, അല്ലേ? വരട്ടെ. എന്തായാലും നമ്മുടെ കോട്ടയ്ക്കകം ആഞ്ജനേയ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ കർക്കിടക മാസം മുഴുവൻ രാമായണ മാസമായും നവരാത്രി കാലം, ശരത് നവരാത്രി കാലത്ത് ഗംഭീരമായിട്ട് നവരാത്രി പൂജകളും അതുപോലെയുള്ള പ്രഭാഷണങ്ങളും മറ്റ് കലാപരിപാടികളുമൊക്കെ നടത്താറുണ്ട്. അതുപോലെ രാമനവമി കാലത്തും 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതായിട്ട് പരിപാടികളുണ്ടാവും. ഇതാണ് പ്രധാനമായിട്ട് കോട്ടയ്ക്കകം ആഞ്ജനേയ സേവാ സമിതി നടത്തുന്ന ഉത്സവങ്ങൾ. കർക്കിടക മാസത്തിലെ രാമായണ മാസം, രാമനവമി 9 ദിവസം, നവരാത്രി 10 ദിവസം. വേറെ കാര്യമായിട്ട് ഇല്ല, ഉത്സവങ്ങളില്ല. നമ്മൾ ബാക്കിയൊക്കെ ചടങ്ങുകൾ, ലക്ഷാർച്ചന മുതലായിട്ട് ചടങ്ങുകളൊക്കെ. അപ്പൊ ഈ 3 പരിപാടികളിൽ കുത്തകയായിട്ട് പ്രഭാഷണം ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വാമിജി തന്നെയാണ്. കർക്കിടക മാസം 30-31 ദിവസവും രാമായണം സ്വാമി തന്നെ ആയിരിക്കും. നവരാത്രി കാലത്തും സ്വാമിക്ക് തന്നെയാണ് അതിൻ്റെ ഭാഗ്യം. ഈ രാമനവമി കാലത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും എമർജൻസി വന്നാൽ മാത്രം നമ്മൾ വേറെ ആരെങ്കിലും സ്വാമിജിമാരെ 1-2 ദിവസത്തേക്ക് ക്ഷണിക്കും. എന്താണെന്ന് വെച്ചാൽ ആഞ്ജനേയ സേവാ സമിതിയുടെ ഒരു ഭാഗമാണ് ഞാൻ. ഇവരുടെ ഒരു മാർഗദർശി കൂടിയാണ്. മാത്രമല്ല ഏറ്റവും അടുത്തുള്ള ആളാണ്. ഒന്നും അറിയണ്ട, എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സമയത്തിന് എത്തിക്കോളും. പിന്നെ സ്വാമിജി ആയതുകൊണ്ട് ലോക്കൽ കുറച്ച് ആൾക്കാർ പുറകെ വന്നോളും. മറ്റത് വേറെ ആരെങ്കിലും പുതിയ ആൾ വന്നാൽ ആരും ഉണ്ടാവില്ല. അതും കൂടി ഒരു സത്യമാണ്, പറയാതിരിക്കാൻ ആവില്ല. അത് നമ്മുടെ കാശി എന്നോട് പറയാറുണ്ട്. സ്വാമിജി അല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ മിക്കവാറും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വാമിജി എന്നെ വരണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് പറയാറ്. അപ്പൊ എന്തായാലും എൻ്റെ ഭാഗ്യമേ ഞാനത് കരുതുള്ളൂ. ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം. കാരണം ഞാൻ എൻ്റെ ബാല്യം തൊട്ട് ട്രൗസറിട്ട് നടക്കുന്ന കാലം തൊട്ട് ഒറ്റയ്ക്ക് പേടിച്ചിട്ട് വേണം അന്നൊക്കെ ഇവിടെ വരാനായി. രാവിലെ 10 മണിക്ക് 11 മണിക്കൊക്കെ വന്ന് വളമാലയ്ക്ക് വഴിപാട് കൊടുത്തത് മേടിക്കാനായിട്ട് മുത്തശ്ശി പറഞ്ഞയക്കുമ്പോൾ കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. പേടിച്ച് വന്നിട്ടുണ്ട് കുട്ടിക്കാലം 6-7 ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിലൊക്കെ. അപ്പൊ അന്ന് തൊട്ട് ഇവിടെ ആഞ്ജനേയ സ്വാമി എന്നെ തന്നെ തിരഞ്ഞെടുത്തതാണ് അതിനു വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ബന്ധം. അപ്പൊ നമുക്ക് ഇവിടെ ശ്രീരാമനവമി പ്രഭാഷണം പരമ്പര 8 ദിവസമാണ് അനുവദിച്ചിട്ടുള്ളത്. നമ്മൾ 2 സ്തോത്രങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് ആദ്യം ശ്രീരാമരക്ഷ സ്തോത്രം. അത് 30-ലധികം ശ്ലോകങ്ങളാണുള്ളത്. അത് കഴിഞ്ഞാൽ സമയമുണ്ടാകുന്നുള്ളത് കൊണ്ട് ശ്രീരാമ മാനസ പൂജാ സ്തോത്രം. അങ്ങനെ 2 സ്തോത്രങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് 8 ദിവസം ഉള്ളതുകൊണ്ട് വളരെ ലളിതമാണ് സ്തോത്രങ്ങൾ. സാധാരണ പലരും ചൊല്ലാറുള്ളതായിരിക്കാം. വളരെ പോപ്പുലറായിട്ടുള്ള സ്തോത്രങ്ങളാണ്. മാനസപൂജ അത്ര പോപ്പുലർ അല്ല. രാമരക്ഷാ സ്തോത്രം വളരെ പോപ്പുലറായിട്ടുള്ള സ്തോത്രമാണ്. അപ്പോൾ അതൊന്ന് അർത്ഥമറിഞ്ഞ് ചൊല്ലുക. അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറെ പോയി അധികം ആളില്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ വേറെ ഏതെങ്കിലും പ്രഭാഷണത്തിന് വിഷയങ്ങളൊന്നും തിരഞ്ഞ് പോകേണ്ട കാര്യമില്ല. പിന്നെ നമ്മളിവിടെ നടത്താത്ത പ്രഭാഷണങ്ങളേ ഇല്ല, അല്ലേ? എല്ലാ പരിപാടിയും നടത്തി കഴിഞ്ഞു. ഏത് വിഷയമാണ് എടുക്കാത്തത്? ഇത്രയും വർഷങ്ങളെ കൊണ്ട് മാറി 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 നവരാത്രി, രാമനവമി, കർക്കിടക മാസം മാറി 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 എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുതിയ വിഷയങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടേക്ക് അവതരിപ്പിക്കുക. വിഷയങ്ങൾ ഇല്ലാതെയല്ല, പക്ഷെ അത് ഈ ദിവസങ്ങളിൽ തീരേണ്ടതല്ലേ. രാമായണം മറ്റേ മഹാഭാരതവും ഭാഗവതവും ഒന്നും എടുത്തുകൊണ്ട് വന്നാൽ തീരുകയില്ല. അതുകൊണ്ട് നമ്മൾ ചുരുങ്ങിയ വിഷയം
ഇവിടേക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വർഷം രാമരക്ഷാ സ്തോത്രം പഠിക്കാം. ആരാ അയ്യപ്പനാണോ എന്ന് പോയിട്ട് ഇത്തിരി വെള്ളം കൊണ്ടൊന്ന് ഇരിക്കുക. നിങ്ങളിലൊക്കെ പുസ്തകങ്ങളുണ്ടോ? രാമരക്ഷാ സ്തോത്രം ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഇല്ല. നമുക്ക് നമ്മുടെ മാഷൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും പ്രിന്റ് എടുത്ത് കൊണ്ടുവരുമായിരുന്നു. വിജയരാഘവ മാഷും വരാൻ പഠിക്കും. നാളെ ഞായറാഴ്ചയാണ്, നടക്കില്ല. നോക്കാം, തിങ്കളാഴ്ചയൊക്കെ നോക്കിയിട്ട് ചെയ്യും. അപ്പോൾ ചൊല്ലിത്തന്നാൽ ഏറ്റി ചൊല്ലാൻ പറ്റുമോ? നന്നായി ചൊല്ലണം. അപ്പോൾ ആദ്യം നമുക്കൊരു പ്രാവശ്യം സ്തോത്രം മുഴുവൻ ചൊല്ലാം. എന്നിട്ട് ഞാൻ അതിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഞാൻ തനിയെ ചൊല്ലാം. ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം. പിന്നെ നമുക്ക് ഏറ്റവും വലിയത് അടുത്ത ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. അഥ ശ്രീരാമരക്ഷാ സ്തോത്രം. ഓം അസ്യ ശ്രീരാമരക്ഷാ സ്തോത്ര മഹാമന്ത്രസ്യ ബുധകൗശിക ഋഷിഃ ശ്രീ സീതാരാമചന്ദ്രോ ദേവതാ അനുഷ്ഠുപ് ഛന്ദഃ സീതാശക്തിഃ ശ്രീമാൻ ഹനുമാൻ കീലകം. ശ്രീരാമചന്ദ്ര പ്രീത്യർത്ഥേ രാമരക്ഷാ സ്തോത്ര ജപേ വിനിയോഗഃ. ധ്യാനം. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം. വാമാംഗാരൂഢ സീതാമുഖ കമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദദതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പുംസാം മഹാപാതകനാശനം. ധ്യാത്വാ നീലോൽപലശ്യാമം രാമം രാജീവലോചനം ജാനകീ ലക്ഷ്മണോപേതം ജടാമകുടമണ്ഡിതം. സാസിതൂണധനുർബാണപാണിം നക്തഞ്ചരാന്തകം സ്വലീലയാ ജഗദ്രാതും ആവിർഭൂതമജം വിഭും. രാമരക്ഷാം പടേ പ്രാജ്ഞഃ പാപഗ്നീം സർവകാമദാം. ശിരോ മേ രാഘവഃ പാതു ഭാലം ദശരഥാത്മജഃ. കൗസല്യേയോ ദൃശൗ പാതു വിശ്വാമിത്രപ്രിയശ്രുതി. ഗ്രാണം പാതുമഖത്രാതാ മുഖം സൗമിത്രിവത്സലഃ. ജിഹ്വാം വിദ്യാനിധിഃ പാതു കണ്ഠം ഭരതവന്ദിതഃ. സ്കന്ദൗ ദിവ്യായുധഃ പാതു ഭുജൗ വഗ്നേശകാർമുകഃ. करौ सीतापतिः पादौ हृदयं जामदग्न्यजित्. मध्यं पादुकरध्वंसी नाभिं जाम्बवदाश्रयः.
सुग्रीवेशकड़ीपादु सत्थिनी हनुमल प्रभु ऊरूरगुत्तमः पातु रक्षकुल विनाशकृत जानुनी सेतु कृत्पातु जङ्घे दशमुखान्तकः पादौ विभीषणस्य श्रीदः पातु रामोऽखिलं वपुः एतां रामबलोपेतां रक्षां यः सुकृती पठेत् स चिरायुः सुखी पुत्री विजयी विनयी भवेत् पातालभूतलव्योमचारिणश्चद्मचारिणः न द्रष्टुमपि शक्तास्ते रक्षितं रामनामभिः रामेति रामभद्रेति रामचन्द्रेति वा स्मरन् नरो न लिप्यते पापैः भुक्तिं मुक्तिं च विन्दति जगज्जैत्रैकमन्त्रेण रामनाम्नाभिरक्षितं यः कण्डे धारयेत्तस्य करस्तः सर्वसिद्धयः वज्रपञ्जरनामेदं यो रामकवचं स्मरेत् अव्याहदाज्ञः सर्वत्र लभते जयमङ्गलम् आदिष्टवान् यदा स्वप्ने राम रक्षामि मां हरः तथा लिखितवान् प्रातः प्रबुद्धो बुधकौशिकः आरामः कल्पवृक्षाणां विरामः सकलापदाम् अभिरामस्त्रिलोकानां रामः श्रीमान् समः प्रभुः तरुणौ रूपसम्पन्नौ सुकुमारौ महाबलौ पुण्डरीकविशालाक्षौ क्षीरकृष्णाजिनम्बरौ फलमूलाशिनौ दान्दौ तापसौ ब्रह्मचारिणौ पुत्रौ दशरथस्यैतौ भ्रातरौ रामलक्ष्मणौ शरण्यौ सर्वसत्त्वानां श्रेष्ठौ सर्वधनुष्मतां रक्षकुलनिहन्तारौ त्रायेतां नो रघुत्तमौ आत्तसज्जधनुषौ इषुस्पृशौ अक्षयाशुकनिषङ्गसङ्गिनौ रक्षणाय मम रामलक्ष्मणौ अग्रतः पदि सदैव गच्छताम् सन्नद्धकवची खड्गी चापमानधरो युवा गच्छन्मनोरथान्नश्च रामः पातु स लक्ष्मणः रामो दाशरथि शूरो लक्ष्मणानुचरो बली काकुत्स्थः पुरुषः पूर्णः कौसल्येयो रघुत्तमः वेदान्तवेद्यो यज्ञेशः पुराणपुरुषोत्तमः जानकीवल्लभः श्रीमान् अप्रमेयपराक्रमः इत्येतानि जपन्नित्यं मल्भक्तः श्रद्धयान्वितः आश्वमेधादिकं पुण्यं सम्प्राप्नोति न संशयः रामं दुर्वादलश्यामं पद्माक्षं पीतवाससं स्तुवन्ति नामभिर्दिव्यैः न ते संसारिणो नराः रामं लक्ष्मणपूर्वजं रघुवरं सीतापतिं सुन्दरं काकुत्स्थं करुणार्णवं गुणनिधिं विप्रप्रियं धार्मिकं राजेन्द्रं सत्यसन्धं दशरथतनयं श्यामलं शान्तमूर्तिं वन्दे लोकाभिरामं रघुकुलतिलकं राघवं रावणारिम् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीतायाः पतये नमः श्रीराम राम रघुनन्दन राम राम श्रीराम राम रणकर्कश राम राम श्रीराम राम शरणं भव राम राम श्रीरामचन्द्र चरणौ मनसा स्मरामि श्रीरामचन्द्र चरणौ वचसा गणामि श्रीरामचन्द्र चरणौ शिरसा नमामि श्रीरामचन्द्र चरणौ शरणं प्रपद्ये माता रामो मत्पिता रामचन्द्रः
स्वामी रामो मत्सखा रामचन्द्रः सर्वस्वं मे रामचन्द्रो दयालुः नान्यं जाने नैव जाने न जाने दक्षिणे लक्ष्मणो यस्य वामे च जनकात्मजा पुरतो मारुतिर्यस्य तं वन्दे रघुनन्दनम् लोकाभिरामं रणरङ्गधीरं राजीवनेत्रं रघुवंशनादं कारुण्यरूपं करुणाकरं तं श्रीरामचन्द्रं शरणं प्रपद्ये मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम् आपदामपहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम् वर्जनं भवबीजानाम् अर्जनं सुखसम्पदां तर्जनं यमदूतानां राम रामेति गर्जनम् रामो राजमणिः सदा विजयते रामं प्रवेशं भजे रामेणाभिहता निशाचरचमो रामाय तस्मै नमः रामान्नास्ति परायणं परतरं रामस्य दासोऽस्म्यहं रामे चित्तलयः सदा भवतु मे भो राम मामुद्धर राम रामेति रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने श्रीराम राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने श्रीराम राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने इति श्रीबुधकौशिकमुनिविरचितं श्रीरामरक्षास्तोत्रं सम्पूर्णम् ओम श्री सीता लक्ष्मण भरत शत्रुघ्न हनुमत् समेत श्री रामचंद्र स्वामिने नमः। ओम श्री आंजनेय स्वामिने नमः। ഹരി ഓം. നിങ്ങളുടെ കയ്യിലുള്ള പാഠം ഇതുമായിട്ട് യോജിക്കുന്നുണ്ടോ? ഉണ്ടോ? അത് ആരുടെയാണ് ബുക്ക് ഇറക്കിയിരിക്കണ? ആസ്വാദ്യരാണോ? ശിവാനന്ദാശ്രമത്തിൽ ഇറക്കിയിട്ടുണ്ട് അല്ലേ? അപ്പം നാളെ തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്നത്. ഇത് ശിവാനന്ദാശ്രമം ഭജനാവലിയിലുള്ളതാണ്. അപ്പം ഞാൻ ചൊല്ലിയത് അവിടുത്തെ തന്നെ ഭജനാവലിയാണ്. ഒരു സെപ്പറേറ്റ് ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ സൗകര്യം. പഴയതാണെങ്കിലും ഉണ്ടാവാം. സ്വാമിജിയെ വിളിച്ച് ചോദിച്ച് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സിയാവര രാമചന്ദ്ര പ്രഭു കീ ജയ്. പവന സുത ഹനുമാൻ കീ ജയ്. അപ്പോ രാമരക്ഷാ സ്തോത്രം ഇതാണ് ഇപ്പൊ ചൊല്ലിയത്. ബുധകൗശികൻ എന്നുള്ള ഒരു ഋഷിയാണ് ഇതിൻ്റെ രചയിതാവ് അഥവാ ദ്രഷ്ടാവ് എന്ന് പറയാം. ഒരു മന്ത്രം പോലെയാണ്, ഉപാസിക്കാനുള്ളതാണ്. എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത്, ആരാണ് ചൊല്ലേണ്ടത്? നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടദേവതകൾ ഉണ്ടാവും അല്ലേ? ആ ഇഷ്ടദേവതകൾക്കൊക്കെ തന്നെ കവചമന്ത്രങ്ങളുണ്ട്, രക്ഷാമന്ത്രങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ പ്രശസ്തമായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിലെ നാരായണ കവചം. ഷഷ്ഠസ്കന്ധത്തിലെ 8-ാം അധ്യായം ഇന്ദ്രന് വേണ്ടിയിട്ട് നമ്മുടെ ഭർത്താവിൻ്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപൻ ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ള നാരായണ കവച മന്ത്രം. അത് ഏറ്റവും വിശേഷമായിട്ടുള്ള നാരായണ ഉപാസകന്മാർക്കുള്ള രക്ഷാമന്ത്രമാണ്. അതുപോലെ ദേവീ കവചം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദേവീ മാഹാത്മ്യം ചൊല്ലുന്നതിന് മുമ്പ് കവചം, അർഗള, കീലക സ്തോത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. അപ്പൊ ദേവീ ഉപാസകന്മാർക്ക് ദേവീ കവചം സ്ഥിരമായിട്ട് ചൊല്ലേണ്ടതാണ്. ചൊല്ലണം, പഠിക്കണം, എല്ലാം ചെയ്യണം. അതുപോലെ ഓരോ ദേവതകൾക്കുണ്ട് ഗണേശ കവച സ്തോത്രമുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ദേവതാഭാവങ്ങളുണ്ടോ ശിവകവചം വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. വലിയ മന്ത്രമാണ് ശിവകവച മന്ത്രം. ഇങ്ങനെ ഓരോ ദേവന്മാർക്കും ഉണ്ട്. അപ്പൊ അതുപോലെ ശ്രീരാമ ഭക്തന്മാർക്ക് വേണ്ടി, ശ്രീരാമ ഉപാസകന്മാർക്ക് വേണ്ടി മറ്റൊരു ശ്രീരാമ ഉപാസകനായിട്ടുള്ള ഋഷിയാണ് ബുധകൗശികൻ എന്ന് പറയുന്ന ഋഷി. കൗശിക ഋഷി നമുക്കൊക്കെ അറിയാം, പ്രശസ്തനായിട്ടുള്ള ഋഷിയാണ്. ആരാണ് കൗശിക ഋഷി? ആരാണ്? ശ്രീരാമസ്വാമിയുടെ തന്നെ ഗുരുവായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയാണ് കൗശിക ഋഷി. ഗായത്രി മന്ത്രത്തിന്റെ ഉപജ്ഞാതാവാണ്. ഇത് ബുധകൗശികൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ കൗശിക വംശത്തിൽ ജനിച്ച ഏതൊരു ജ്ഞാനിയായിട്ടുള്ള മഹാത്മാവ് എന്നേ നമുക്ക് അറിയുള്ളൂ. ബുധകൗശികനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇല്ല. അദ്ദേഹത്തിന്റെ പേരാണോ വിശേഷണമാണോ ബുധകൗശികൻ എന്നുള്ളത് എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തായാലും ഒരു മഹാത്മാവാണ്. കൗശിക വംശത്തിൽ, കുശികന്റെ വംശത്തിൽ പറഞ്ഞവരൊക്കെ കൗശികന്മാരാണ്. വിശ്വാമിത്രന്റെ അച്ഛന്റെ പേരാണ് കുശികൻ എന്നുള്ളതായിട്ടുള്ള പേര്. അപ്പൊ ആ കുശികന്റെ മകനായതുകൊണ്ട് കൗശികൻ. ആ വംശത്തിൽ പറഞ്ഞവരൊക്കെ കൗശികന്മാരാണ്. ബുധകൗശികൻ എന്നൊരു ഋഷിയാണ് ഇത് ശ്രീരാമ ഭക്തന്മാർക്ക് വേണ്ടി ഉപദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വയം അദ്ദേഹം ഉപാസിച്ച് സിദ്ധി വരുത്തിയിട്ടാണ് മറ്റുള്ളവർക്ക് ഉപദേശിക്കുക. ഋഷീശ്വരന്മാരൊക്കെ അങ്ങനെയാണ്. അവര് ഭഗവാനെ ഉപാസിക്കും. ഭഗവാൻ തന്നെ അവരുടെ ഉള്ളില് ഭഗവാനെ ഉപാസിക്കാനുള്ള മന്ത്രം കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അവരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത്. മന്ത്രം ദർശിക്കുകയാണ് ചെയ്യുന്നവര്. ആരാ ദർശിപ്പിക്കുന്നത്? ദർശിപ്പിക്കുന്നത് ഈശ്വരനാണ്. അപ്പൊ ഈശ്വരനാൽ ദർശിപ്പിക്കപ്പെടുന്ന മന്ത്രം അവർ ദർശിച്ച് അവരത് ഉപാസിച്ച് അതിന്റെ സിദ്ധി വരുത്തി അതുകൊണ്ടുള്ളതായിട്ടുള്ള പ്രയോജനങ്ങളൊക്കെ അടഞ്ഞ ശേഷം അത് ലോകത്തോട് അവർ പ്രഖ്യാപിക്കുകയാണ്. ദാ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു മന്ത്രം കിട്ടിയിട്ടുണ്ട്. ഈശ്വരനാണ് എൻ്റെ ധ്യാനത്തിൽ എനിക്ക് ഈ മന്ത്രം പ്രകാശിപ്പിച്ചത്. ഇത് ഉപാസിച്ചിട്ട് എനിക്ക് ഇന്ന ഫലം കിട്ടി. ഇത് നിങ്ങൾക്കും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്, പ്രകാശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മന്ത്രങ്ങളൊക്കെ ഈ ലോകത്തിലേക്ക് ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ നൽകിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മന്ത്രദ്രഷ്ടാവ് നമ്മുടെ ബുധകൗശികൻ എന്ന ഋഷിയാണ്.
ഇനി നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ചിട്ടുള്ള കവചം തമിഴിൽ വളരെ പ്രശസ്തമാണ് അല്ലേ? സ്കന്ദഷഷ്ടി കവചം. സുബ്രഹ്മണ്യ ഭക്തന്മാർ ദിവസവും രാവിലെയെങ്കിലും മിനിമം ചൊല്ലിയിരിക്കും. എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും ചൊല്ലേണ്ടതാണ്. നമ്മുടെ കൂടെ രക്ഷാകവചമായി ഭഗവാൻ വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ, വിവിധ ആയുധങ്ങളുമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കവച മന്ത്രങ്ങളുടെ താല്പര്യം. നമ്മളിപ്പോൾ നാരായണ കവചം പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ നാരായണ കവചത്തിൽ ഭഗവാന്റെ വിവിധ നാമങ്ങൾ പറഞ്ഞ് വിവിധ അവതാര ഭാവങ്ങളെയൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ വിവിധ ആയുധങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞ് ആ ആയുധങ്ങളും വാഹനങ്ങളും എല്ലാം ആയിക്കൊണ്ട് ഭഗവാൻ നമ്മുടെ ചുറ്റുന്നു മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും, ആന്തരിക അവയവങ്ങളിൽ പോലും കൂടെ നിന്നുകൊണ്ട്, അതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും രക്ഷ കൊടുക്കണം. നമ്മുടെ ഗൃഹത്തെ രക്ഷിക്കണം, നമ്മുടെ വാഹനത്തെ രക്ഷിക്കണം, നമ്മൾ എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മളെ രക്ഷിക്കണം. നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഏതവസ്ഥയിലും നമുക്ക് കൂടെ ഉണ്ടാവണം എന്നുള്ളതായിട്ടുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ രക്ഷാമന്ത്രങ്ങൾ അല്ലെങ്കിൽ കവചമന്ത്രങ്ങൾ. അതിലേക്ക് ഏറ്റവും നമ്മളെല്ലാവരും എന്നും ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്, വളരെ ലളിതമായിട്ടുള്ളതാണ്. ഒരു കവചം അറിയാത്തവർക്ക് ഇതൊന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. അതേതാണ്? വനമാലി ഗദീശാർഗീ ശംഗീ ചക്രീ ച നന്ദകീ ശ്രീമാൻ നാരായണോ വിഷ്ണു വാസുദേവോപി രക്ഷതു. ഇതൊരു രക്ഷാമന്ത്രമാണ്, കവചമന്ത്രമാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? വാസുദേവോ അഭിരക്ഷതു. അഭിരക്ഷതു എന്നാണ്. അഭി എന്ന് പറഞ്ഞാല് അഭിതഹ, എല്ലായ്പ്പോഴും എന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് എന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ വിവിധ നാമങ്ങൾ പറഞ്ഞു അല്ലേ? വനമാലി, വനമാല ധരിച്ചവൻ വനമാലി. ഗതി, ഗത ധരിച്ചവൻ ഗതി. ഗത അവൻ ഉള്ളത് കൊണ്ടാണ് അവൻ എന്ത് പേര്? ഗതി. വനമാലയുള്ളവൻ വനമാലി, ഗതയുള്ളവൻ ഗതി. ശാർഗം എന്ന വില്ല് ധരിച്ചവൻ ശാർഗി. നന്ദകം എന്ന വാള് പിടിച്ചതുകൊണ്ട് നന്ദകി. അതുപോലെ ചക്രം ധരിച്ചതുകൊണ്ട് ചക്രി എന്നൊക്കെ ഭഗവാന് പേര്. വനമാലി ഗതി ശാർഗി ശംഗി ചക്രീ ച നന്ദകി ശ്രീമാൻ നാരായണോ വിഷ്ണു വാസുദേവോപി രക്ഷതു. ശ്രീമാൻ നാരായണനായ ആ വിഷ്ണു, സർവവ്യാപിയായ വിഷ്ണു, വാസുദേവൻ, സർവാത്മാവായ ഭഗവാൻ എന്നെ എപ്പോഴും എല്ലാ ഭാഗത്തു നിന്നും രക്ഷിക്കട്ടെ എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഒരു രക്ഷാമന്ത്രമാണ്. അപ്പൊ ബാക്കിയുള്ള കവചമന്ത്രങ്ങളൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും ഈ ഒരു മന്ത്രമെങ്കിലും നമുക്ക് അറിയാം. അത് കവചമന്ത്രമാണെന്ന് അറിഞ്ഞിരിക്കുക. അതെപ്പോഴും ഏത് ഭയം വരുമ്പോഴും, ഏത് ഉറക്കമില്ലാതാവുമ്പോഴും, എന്ത് അസ്വസ്ഥത വന്നാലും, ഏത് രോഗം വന്നാലും ഒക്കെ ചൊല്ലാവുന്നതാണ്. നമ്മുടെ കുട്ടികളെ അത് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അവർക്കൊരു പേടി ഉണ്ടാവുമ്പോൾ അവര് ധൈര്യമായിട്ട് അവർക്ക് ഇരിക്കാൻ ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളതായിട്ടുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാവാൻ അവർക്ക് ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊടുക്കേണ്ടതാണ്, പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ കാണാപ്പാഠം പഠിപ്പിക്കുക. അതൊക്കെ അവരുടെ കൂടെ അവരുടെ എന്താ പറയുക രക്തത്തിൽ അലിഞ്ഞു ചേരും, സ്വഭാവമായി ചേരും. ഏതൊരു ഭയം വരുമ്പോഴും അവരറിയാതെ അത് ചൊല്ലിക്കോളും. എന്തൊരു ആൻസൈറ്റി ഉണ്ടാവുമ്പോഴും അവരത് ചൊല്ലിക്കോളും. ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു പേടിയുണ്ടെങ്കിൽ അവരുടനെ അത് ചൊല്ലും. അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികളിലും ഈ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. നമ്മുടെ ഗർഭാവസ്ഥയിൽ പോലും, കുട്ടികൾ ഗർഭത്തിലിരിക്കുമ്പോൾ പോലും ഗർഭരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്തോത്രങ്ങളുണ്ട്. അതുപോലെ ബാലരക്ഷാ സ്തോത്രങ്ങളുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ രക്ഷിക്കാനുള്ളതായിട്ടുള്ള സ്തോത്രങ്ങളുണ്ട്. നമ്മളെ പൂതന മോക്ഷം കഴിഞ്ഞിട്ട് ഗോപികമാരും യശോദയും ഭഗവാനെ രക്ഷിക്കാൻ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചത് നമുക്കറിയാം. അതൊരു ബാലരക്ഷാ സ്തോത്രമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 6-ാം അധ്യായത്തിലാണല്ലോ, 6-ാം അധ്യായത്തിൽ ആ പൂതനാവധം കഴിഞ്ഞ്, പൂതനാ മോക്ഷം കഴിഞ്ഞ്
യശോദാദേവിയും രോഹിണി ദേവിയും മറ്റ് ഗോപികമാരും കൂടി ഭഗവാന്റെ നാമം ചൊല്ലി ബാലനായ ഭഗവാനെ തന്നെ രക്ഷയ്ക്കായിക്കൊണ്ട് പ്രാർത്ഥിച്ചതായിട്ടുള്ള മന്ത്രം. അപ്പൊ അതുപോലെയുള്ള രക്ഷാമന്ത്രങ്ങൾ നമ്മുടെ ഈ സനാതന ധർമ്മത്തില് സുലഭമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് രാമരക്ഷാ സ്തോത്രമാണ്. ശ്രീരാമ ഭക്തന്മാർക്ക് വിശേഷമായും ഉപാസിക്കാൻ വേണ്ടിയാണത്. പിന്നെ നമ്മളെ പോലെയുള്ളവരൊക്കെയോ നമുക്കൊരു പ്രത്യേക ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരെയും ഭജിക്കും, പ്രത്യേകിച്ച് വിശേഷ സന്ദർഭങ്ങളിലൊക്കെ അല്ലെ. വെള്ളിയും ചൊവ്വയാകുമ്പോൾ നമ്മൾ ദേവി സ്തോത്രങ്ങൾ ചൊല്ലും. വ്യാഴാഴ്ച ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വൈഷ്ണവമായിട്ടുള്ള ശ്രീരാമന്റെയോ വിഷ്ണുവിന്റേതായിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ ചൊല്ലും. തിങ്കളാഴ്ച ശിവന് സ്പെഷ്യലാണ്, ശനിയാഴ്ച അയ്യപ്പന് അല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിക്ക് ശനീശ്വരൻ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അല്ലെ. ബുധനാഴ്ച അയ്യപ്പ സ്വാമിയുടെ ദിവസമാണ്, ചിലർക്ക് വിഷ്ണുപരമായിട്ടുള്ള ദിവസമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഷെഡ്യൂൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലും ആവാം. കാരണം നമ്മള് ശങ്കരാചാര്യരുടെ പിൻഗാമികളാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഉപാസനാമൂർത്തിയിൽ മാത്രം ഒതുങ്ങാതെ എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണുന്ന വിശാല മനസ്കരാണ്. അദ്വൈതമാണ് നമ്മുടെ ഉള്ളില് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏത് ഭാവത്തിലും നമുക്ക് ഉപാസിക്കാം. അപ്പൊ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ രാമനവമി 9 ദിവസം, ഈ രാമനവമി 9 ദിവസം ശ്രീരാമ ഭജനം സ്പെഷ്യലാക്കുക. മറ്റേ നവരാത്രിക്ക് നമ്മൾ എന്ത് ചെയ്യും? ദേവി ഭജനം സ്പെഷ്യലാക്കും അല്ലെ. അപ്പൊ ഈ ശ്രീരാമനവമി ദിവസങ്ങളിൽ രാവിലെ നേരത്തെ ശരീരശുദ്ധി ചെയ്തതിനു ശേഷം വൃത്തിയായ വസ്ത്രത്തോടുകൂടി കുറിയൊക്കെ ഇട്ട് വീട്ടിലെ തന്നെ പൂജാമുറിയുടെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ച് ചമ്രം പടിഞ്ഞിരുന്നോ പദ്മാസനത്തിലിരുന്നോ ഏതെങ്കിലും രീതിയിൽ ഉറച്ചിരുന്നു കൊണ്ട് ഹൃദയത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലേണ്ടതാണ് ഈ രാമരക്ഷാ മന്ത്രം എന്ന് പറയും. എന്താണ് അതിന്റെ ചൊല്ലാനുള്ള സമ്പ്രദായം, ചൊല്ലേണ്ട വിധി എന്ന് സംശയം വേണ്ട. ഇതാണ് അതിന്റെ സമ്പ്രദായം. എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ആവാം. ഈ ദിവസങ്ങളിൽ വിശേഷമായിട്ട് പറയുന്നു. ഈ നവരാത്രി രാമനവമി വരെയുള്ള 9 ദിവസങ്ങൾ രാവിലെ പ്രത്യേകിച്ച് സന്ധ്യയ്ക്കും ആവാം, രാത്രിയും ആവാം, എപ്പോഴാ ഒഴിവുള്ളത് അപ്പോഴൊക്കെ ആവാം. അങ്ങനെ ഈ രാമരക്ഷാ സ്തോത്രം വളരെ വിശേഷമായിട്ടുള്ളതാണ്. അപ്പോ ആ രാമരക്ഷാ സ്തോത്രത്തിന് മുമ്പൊരു വിനിയോഗ മന്ത്രം ചൊല്ലുന്നുണ്ട്. എന്താണത്? കയ്യിലുണ്ടല്ലോ അല്ലെ? പുസ്തകം ഏറ്റു ചൊല്ലുമല്ലോ. ഓം അസ്യ ശ്രീരാമരക്ഷാ സ്തോത്രമന്ത്രസ്യ ബുധകൗശികർഷിഃ ശ്രീ സീതാരാമചന്ദ്രോ ദേവതാ അനുഷ്ഠുപ് ഛന്ദഃ സീതാശക്തിഃ ശ്രീമാൻ ഹനുമാൻ കീലകം ശ്രീരാമചന്ദ്ര പ്രീത്യർത്ഥേ രാമരക്ഷാ സ്തോത്ര ജപേ വിനിയോഗഃ. അപ്പോ ഈ ശ്രീരാമ രക്ഷാസ്തോത്രം അതിൻ്റെ ഋഷി ദേവത ഛന്ദസ് ഇതാണ് ആദ്യം പറയുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് വേണം ആ മന്ത്രങ്ങള് ചൊല്ലാൻ. അപ്പൊ കൂടുതൽ അനുഗ്രഹം കിട്ടും. ആ ഋഷിയുടെ അനുഗ്രഹം കിട്ടും, ആ ദേവതയുടെ അനുഗ്രഹം. അതുപോലെ ആ ഛന്ദസ് അറിഞ്ഞു ചൊല്ലിയാൽ നമുക്ക് മന്ത്രം തെറ്റാതെ ചൊല്ലാം. എല്ലാ മന്ത്രങ്ങളും എന്തെങ്കിലും ഛന്ദസ്സിലായിരിക്കും ബന്ധിച്ചിട്ടുണ്ടാവും. ഛന്ദസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വൃത്തം, മീറ്റർ
അക്ഷരങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ് ഛന്ദസ്. 8 അക്ഷരം വീതം 3 വരിയായാൽ ഗായത്രി ഛന്ദസ്. 8 അക്ഷരം വീതം തന്നെ 4 വരിയായാലോ അനുഷ്ഠുപ് എന്ന ഛന്ദസ്. നമ്മുടെ സാധാരണ സ്തോത്രങ്ങൾ മിക്കവാറും എല്ലാം തന്നെ അനുഷ്ഠുപ് ഛന്ദസ്സിലാണ്. നമ്മുടെ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഭാഗവതത്തിലെ പ്രധാന ഭൂരിപക്ഷം ശ്ലോകങ്ങള്, അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ശ്ലോകങ്ങള്, രാമായണത്തിലെ ശ്ലോകങ്ങള് എല്ലാം തന്നെ അനുഷ്ഠുപ് ഛന്ദസ്സിലാണ്. ചില ശ്ലോകങ്ങൾ മാത്രം മാറ്റം ഉണ്ടാവും വലിയ ഗ്രന്ഥങ്ങളില്, മഹാകാവ്യങ്ങളില്. അപ്പൊ ഇവിടെ അസ്യ ശ്രീ രാമരക്ഷാ സ്തോത്ര മന്ത്രസ്യ ബുധകൗശിക ഋഷി. ഈ രാമരക്ഷാ സ്തോത്ര മഹാമന്ത്രത്തിന് ബുധകൗശികനാണ് ഋഷി. ആ ബുധകൗശികൻ എന്ന ഋഷിയാണിത് കണ്ടെത്തി, അത് അദ്ദേഹം അഭ്യസിച്ച് സിദ്ധി വരുത്തി ലോകത്തിന് ദർശിപ്പിച്ചിരിക്കുന്നു, ഉപദേശിച്ചിരിക്കുന്നു. ഇതിൽ ആരാണ് ദേവത? ശ്രീ സീതാരാമചന്ദ്രോ ദേവത. ശ്രീ സീതാരാമചന്ദ്രനാണ് ദേവത. സീതാ സമേതനായ രാമചന്ദ്ര പ്രഭു. അപ്പൊ സീതാ സമേതനായ രാമചന്ദ്രനാണ് ഈ മന്ത്രത്തിന്റെ, ഈ രാമരക്ഷാ സ്തോത്രത്തിന്റെ ദേവത. സീതാസമേതനായ രാമനെ നമ്മൾ ഈ സ്തോത്രം ചൊല്ലുമ്പോൾ ഹൃദയത്തിൽ ധ്യാനിക്കണം എന്നർത്ഥം. ദേവത എന്ന് പറയുമ്പോൾ ഹൃദയത്തിലാണ് ചൊല്ലുക. ഋഷിയെ പറയുമ്പോൾ മൂർധാവിൽ സ്പർശിച്ചുകൊണ്ട് ഋഷി എന്ന് പറയും. അത് നമ്മളിപ്പോ ന്യാസം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും പറഞ്ഞാൽ മതി. അതുപോലെ ഛന്ദസ്, അനുഷ്ഠുപ് ഛന്ദ. ഛന്ദസ് ചുണ്ടിലാണ് സ്പർശിച്ച് കാണിക്കുക. ന്യാസം ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ മാത്രം മതി, ചൊല്ലിയാൽ മാത്രം മതി. അനുഷ്ഠുപ്പാണ് ഇവിടുത്തെ ഛന്ദസ്. ഈ വരുന്ന സ്തോത്രം 8 അക്ഷരം വീതം 4 വരിയുള്ള 32 അക്ഷരമുള്ള ശ്ലോകങ്ങളാണ് ഇതിലെ ഛന്ദസ്. ഇനി ശക്തി, കീലകം എന്നിങ്ങനെ 2 കാര്യങ്ങളും കൂടി ഇതിൽ കൂടുതൽ എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഈ സ്തോത്രത്തിന്റെ ശക്തി അത് സീതാദേവി തന്നെയാണ്. സീതാശക്തി, സീതാദേവി തന്നെയാണ് ഇതിന് ശക്തി കൊടുക്കുന്നവൾ. ഈ സ്തോത്രത്തിന് ശക്തി കൊടുക്കുന്നവൾ, ശക്തി സ്വരൂപിണിയായിരിക്കുന്നത്, പ്രകൃതി സ്വരൂപിണിയായിരിക്കുന്ന, മായാസ്വരൂപിണിയായിരിക്കുന്ന സീതാദേവി തന്നെയാണ്. ശ്രീമാൻ ഹനുമാൻ കീലകം. കീലകം എന്ന് പറഞ്ഞാല് എന്താ പറയാ, ബോൾട്ട്, പൂട്ട്, സാക്ഷ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഇവിടെ ആരാണ് ഇതിനെ പൂട്ടിട്ട് രക്ഷിക്കുന്നത്? ഇതിന്റെ പ്രയോജനം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാവൽക്കാരനാരാണ്? ഹനുമാൻ സ്വാമിയാണ്. അതാണ് അവിടുത്തെ സങ്കല്പം. ശ്രീമാൻ ഹനുമാൻ കീലകം. ഹനുമാൻ സ്വാമി ഈ മന്ത്രത്തെ ഫലസിദ്ധി നൽകാൻ നമുക്കായിട്ട് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. ശ്രീരാമചന്ദ്ര പ്രീത്യർത്ഥേ രാമരക്ഷ സ്തോത്ര ജപേ വിനിയോഗ. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പ്രീതിക്കായിക്കൊണ്ടാണ് ഈ രാമരക്ഷാ സ്തോത്രം ജപിക്കുന്നത്. അപ്പോഴാണ് ഈ എന്തൊക്കെയാണ് ഋഷി, ഛന്ദസ്, ദേവത മുതലായത്, ശക്തി, കീലകം മുതലായത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വിനിയോഗം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതൊരു ആമുഖമായിട്ട് നമുക്ക് എപ്പോഴും സ്മരിക്കാം. ഈ ഋഷിമാരെ സ്മരിക്കുന്നതും ഗുരു പരമ്പരയെ സ്മരിക്കുകയാണ്. ദേവതയെ സ്മരിക്കുന്നത് നമ്മൾ ചൊല്ലുന്ന മന്ത്രത്തിലെ ദേവതയെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഛന്ദസ് അറിഞ്ഞിരിക്കണം. നമ്മൾ മിനിമം ഈ 3 കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. മറ്റ് ശക്തി, കീലകം മുതലായതൊന്നും അറിഞ്ഞില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല. ഇനി ഇതിലൊരു ധ്യാന ശ്ലോകം, വളരെ പ്രശസ്തമായിട്ടുള്ള ധ്യാന ശ്ലോകത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖ കമലമിള ലോചനം നീരദാപം
നാനാലങ്കാരദീപ്തം ദദതമൊരു ജടാമണ്ഡലം രാമചന്ദ്രം. ഒന്നിച്ചൊന്ന് ചൊല്ലും. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലതളസ്പർദ്ധി നേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖകമലമിള ലോചനം നീരദാപം നാനാലങ്കാരദീപ്തം ദദതമുരു ജടാമണ്ഡലം രാമചന്ദ്രം. ഇവിടെ സീതാസമേതനായ രാമചന്ദ്ര പ്രഭുവിനെയാണ് ഇതിൽ ധ്യാനിക്കുന്നത്. വനവാസ കാലത്തുള്ള വേഷമായിട്ടാണ് അവസാനത്തെ ഒരു വാക്കില് ഉറപ്പിച്ചിരിക്കുന്നത്. ദദതം ഉരുജടാമണ്ഡലം രാമചന്ദ്രം എന്ന്. ദദതം ഉരുജടാമണ്ഡലം രാമചന്ദ്രം ധ്യായേത്. ഇവിടെ ഒരു ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്ന പോലെയാണ് ഇവിടെ ധ്യായേത് എന്ന് പറയുന്നത്. ധ്യായേത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ധ്യാനിക്കേണ്ടതാണ്, നീ ധ്യാനിക്കണം എന്ന് ഒരു നിർദ്ദേശം കൊടുക്കണം. അപ്പൊ നമ്മൾ ചൊല്ലുമ്പോ ധ്യായേ എന്നുള്ള ആ ഒരു അർത്ഥത്തില് അഹം ധ്യായേ അല്ലെങ്കിൽ അഹം ധ്യായാമി ഇങ്ങനെ രണ്ടു തരത്തിലും പ്രയോഗിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ഈ ശ്ലോകം അങ്ങനെ തന്നെ ചൊല്ലാം. ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിചാരിക്കേണ്ടത് ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ള അർത്ഥത്തില്, ഞാൻ ധ്യാനിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഇതൊരു ഗുരു ഉപദേശം ചെയ്യണം. ധ്യായേത്, ധ്യാനിക്കണം. ആരെ ധ്യാനിക്കണം? രാമചന്ദ്രൻ ധ്യായേത്, രാമചന്ദ്രനെ ധ്യാനിക്കേണ്ടതാണ്. ചന്ദ്രനെ പോലെ ലോകത്തെ അനുഗ്രഹിക്കുന്ന, ചന്ദ്രനെ പോലെ ശീതള സൗമ്യ സ്വഭാവനായ സുന്ദരനായ ആ രാമനെ ധ്യാനിക്കേണ്ടതാണ് എന്നർത്ഥം. രാമനെ ചന്ദ്രനോട് ചേർത്ത് രാമചന്ദ്രൻ എന്നും. കാരണം ചന്ദ്രന്റെ സ്വഭാവമാണ് ആർക്ക്? രാമന്. ചന്ദ്രന്റെ എന്താ സ്വഭാവം? ചന്ദ്രൻ ശീതകിരണനാണ്, സൗമ്യനാണ്. അതുകൊണ്ട് സോമൻ എന്നാണ് ചന്ദ്രന്റെ പേര്, അല്ലേ? ആ സോമന്റെ ഭാവമാണ് എന്ത്? സൗമ്യം, സൗമ്യത. അപ്പൊ ചന്ദ്രനെ പോലെ സൗമ്യനാണ്, ചന്ദ്രനെ പോലെ ലോകത്തെ ആഹ്ലാദിപ്പിക്കുന്നവനാണ്. ചന്ദ്രൻ ലോകത്തെ ആഹ്ലാദിപ്പിക്കുന്നു. ചന്ദ്രനെ കാണുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നു. കൊച്ചു കുട്ടികൾ മുതൽ എത്ര വയസ്സായവരും ഏത് രോഗികൾ പോലും, അല്ലേ, ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ രാത്രി നേരത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുന്ന കണ്ടാൽ ആർക്കാണ് സന്തോഷം ഇല്ലാതിരിക്കുക? അപ്പൊ അതുപോലെ ലോകത്തെ അനുഗ്രഹിക്കുന്ന ഒരു ഭാവമാണ് ഭഗവാന്റെ ഭാവം. അതുകൊണ്ട് രാമചന്ദ്രം എന്ന് പറഞ്ഞു. രാമചന്ദ്രനെ ധ്യാനിക്കേണ്ടതാണ്. അപ്പൊ ഏത് ഭാവത്തിലാണ്? ഉരുജടാമണ്ഡലം ദദതം. ദദതം ഒരു ജടാമണ്ഡലം, ദദതത്തിലെ അറ്റത്തേക്ക് എടുക്കുക. ഉരുജടാമണ്ഡലം ദദതം. ഉരു എന്ന് പറഞ്ഞാൽ വലുത് എന്നർത്ഥമാണ്. വലിയതായിട്ടുള്ള ജടാമണ്ഡലം. ജടാമണ്ഡലം എന്ന് പറഞ്ഞാലോ വൃത്താകൃതിയിൽ കെട്ടിവെച്ചത് എന്നാണ്, അല്ലാതെ കിരീടം ധരിച്ചവനെ എന്നല്ല അവിടെ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? വനത്തിൽ വനവാസകാലത്ത് സീതാസമേതനായിരിക്കുന്ന ഭാവമാണ് ഇവിടെ ധ്യാനത്തിന് വിഷയമായിരിക്കുന്നത്. അവിടെ സീതയെ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്? അതും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. വാമാങ്കാരൂഢ സീതാമുഖം മുഖകമലം മുഖകമലമിളലോചനം. രാമനെ ധ്യാനിക്കുകയാണ്. രാമനെ ധ്യാനിക്കുമ്പോൾ രാമന്റെ ഇടത് മടിയില് വാമാങ്കം, വാമാങ്കം ഇടത് തുട, അതിൽ ആരൂഢ സീതാമുഖം, അതിൽ കയറിയിരിക്കുന്ന സീതയുടെ മുഖത്തേക്ക് തന്നെയാണ് ആര് നോക്കുന്നത്? ശ്രീരാമചന്ദ്രപ്രഭു നോക്കുന്നതാണ്. സീതാമുഖ മുഖകമലം, സീതയുടെ മുഖകമലം ഇളത് ലോചനം. ഇളത് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്, മുഖകമലത്തെ വികസിപ്പിക്കുന്നത് എന്നും കൂടി അർത്ഥമാണ്. സാധാരണ ചന്ദ്രൻ ഉദിക്കുമ്പോൾ താമര
വാടും. സൂര്യോദയത്തിലാണ് താമര വികസിക്കുക, ചന്ദ്രോദയത്തിൽ താമര വാടും. പക്ഷെ ഇവിടെ ഒരു ചന്ദ്രന്റെ സമീപത്ത് താമര നന്നായിട്ട് വികസിച്ചിരിക്കുന്നു. ഏത് ചന്ദ്രോദയം? ശ്രീരാമചന്ദ്രന്റെ സവിധത്തിൽ സീതാദേവിയുടെ മുഖമാകുന്ന കമലം നന്നായി വികസിച്ചിരിക്കുന്നു. അതിലേക്ക് നോക്കിയിരിക്കുന്ന ലോചനം. ആരുടെ ലോചനം? ശ്രീരാമചന്ദ്രസ്വാമിയുടെ ലോചനം, കണ്ണുകൾ. അപ്പൊ സീതാദേവിയുടെ വികസിച്ചിരിക്കുന്ന മുഖകമലത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണോടുകൂടിയവനായ ആ വലിയ ജടാമണ്ഡലത്തെ ധരിച്ചിരിക്കുന്ന രാമചന്ദ്രനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് നമ്മൾ ഭാവന ചെയ്യുക. മറ്റ് വിശേഷണങ്ങളും കൂടി രാമനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആജാനുബാഹും. രാമനെ കുറിച്ച് എവിടെ ചിന്തിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആരായിട്ടാണ്? ആജാനുബാഹു. എന്താ ആജാനുബാഹു എന്ന് പറഞ്ഞാൽ? ജാനു എന്ന് പറഞ്ഞാല് കാൽമുട്ട്. ജാനു എന്ന് പറഞ്ഞാല് കാൽമുട്ട്. ബാഹു എന്ന് പറഞ്ഞാല് കയ്യ്. അപ്പൊ ആ ജാനുബാഹു എന്ന് പറഞ്ഞാലോ കാൽമുട്ട് വരെ നീണ്ടു കിടക്കുന്ന കൈയോട് കൂടിയവൻ. നീണ്ട കൈകൾ. ഏതുവരെ നീളണം? കാൽമുട്ട് വരെ നീളണം. നമ്മുടെ കയ്യൊന്നും അത്ര നീളം ഉണ്ടാവില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ശ്രീ ഗുരുവായൂരപ്പന്റെയൊക്കെ ചിത്രം നോക്കൂ, കാൽമുട്ട് വരെ നീളം ഉണ്ടാവും. എന്തിനാണ് ഇത്രയും നീളം കൈകൾക്ക്? അത് സർവ രക്ഷാനിപുണമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷത്രിയന്മാരുടെ ലക്ഷണമാണ് എന്ത്? ഈ നീണ്ട കൈകൾ, ശക്തങ്ങളായ കൈകൾ. ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഭഗവത്ഗീതയിൽ ഏറ്റവും അധികം വിളിച്ചിട്ടുള്ള ഒരു പേരാണ് മഹാബാഹോ 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 എന്ന്. വലിയ കൈകളോടുകൂടിയവനെ, വലിയ കൈകളോടുകൂടിയവനെ. എന്താർത്ഥം? വലിയ കൈകൾ ക്ഷത്രിയ ലക്ഷണമാണ്, രക്ഷയ്ക്ക് ശക്തിയുള്ളവനാണ് എന്ന അർത്ഥമാണ്. അപ്പൊ ഇവിടെ ശ്രീരാമ അവതാരം എന്താ അവതാരമാണ്? രാജാവതാരമാണ്, ക്ഷത്രിയ അവതാരമാണ്, മനുഷ്യാവതാരമാണ്. ആ മനുഷ്യാവതാരത്തിൽ ദശരഥപുത്രനായി സൂര്യവംശത്തിൽ രാജേന്ദ്രനായി, അല്ലെ, രാജാക്കന്മാർക്കൊക്കെ മാതൃകയായി അവതരിച്ച രക്ഷാനിപുണനായിട്ടുള്ള ആ ഭഗവാന്റെ ഭാവമാണ് രാമചന്ദ്രൻ. അതുകൊണ്ട് ഭഗവാന്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കൈകൾ എപ്പോഴും നീണ്ടു കാണും. ആജാനുബാഹുവായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഞാൻ ധ്യാനിക്കുന്നു. ധ്യായേതാജാനുബാഹും ശരധനുഷം. ശരവും ധനുസ്സും ധരിച്ചവനായിട്ട്. ധനുസ്സുമില്ല, ശരം, അമ്പ്. അപ്പൊ ശ്രീരാമചന്ദ്രനെ നിങ്ങൾ എവിടെയെങ്കിലും അമ്പും വില്ലും ഇല്ലാതെ കണ്ടിട്ടുണ്ടോ? അമ്പും വില്ലും ഇല്ലാതെ കണ്ട ശ്രീരാമൻ അല്ല. അപ്പൊ ശ്രീരാമന്റെ പ്രത്യേക ഐഡന്റിഫിക്കേഷനാണ് അമ്പും വില്ലും. അത് രക്ഷയുടെ, ക്ഷത്രിയന്റെ ഒക്കെ പ്രതീകമാണ്. ഭഗവാൻ എപ്പോഴും ലോകരക്ഷയ്ക്കായിക്കൊണ്ട് തയ്യാറാണ്. ഒരു പണിക്ക് ഇറങ്ങുമ്പോൾ ആയുധമായിട്ട് വേണ്ട ഇറങ്ങാൻ, അല്ലേ? ആയുധമില്ലാതെ പണിക്ക് വന്നാൽ അവനെ ആ പണിക്ക് കൊള്ളുവോ? ആരെങ്കിലും പിന്നെ അവനെ ആ പണിക്ക് വിളിക്കുവോ? കാരണം അവൻ എക്സ്പേർട്ട് അല്ല, അവൻ കയ്യിൽ ആയുധം കൊണ്ട് നടക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു സൂചനയാണ് ഇവിടെ. ക്ഷത്രിയ അവതാരമാണ്. ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടരക്ഷണത്തിനുമായിട്ടാണ് ഭഗവാന്റെ ഈ ശ്രീരാമ അവതാരം. അതുകൊണ്ട് തന്നെ എപ്പോഴും അമ്പും വില്ലും കയ്യിലുണ്ട്. അപ്പൊ രാമന് അഹിംസ പറഞ്ഞിട്ടില്ല. വനവാസ കാലത്ത് പോലും സീതാദേവി ശ്രീരാമസ്വാമിയെ ഉപദേശിക്കും, നമ്മൾ വനവാസത്തിന് വന്നതല്ലേ, എന്തിനാ ഈ അമ്പും വില്ലും ഒക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇത് കയ്യിൽ വെച്ചാൽ വേണ്ടാത്തതൊക്കെ തോന്നും എന്ന് പറഞ്ഞിട്ടൊരു വലിയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരു മഹർഷി തപസ് ചെയ്യുമ്പോൾ ദേവേന്ദ്രൻ കൊണ്ടുപോയിട്ട് അയാളൊരു വാള് ഏൽപ്പിച്ച കഥയൊക്കെ ഉണ്ട് വാൽമീകി രാമായണത്തിൽ. ആ വാള് സൂക്ഷിച്ച് ദിവസവും അതിനെ തേച്ച് മിനുക്കി വൃത്തിയാക്കി വെക്കുവാന് ഈ ഏൽപ്പിച്ച മഹർഷി. അങ്ങനെ ദിവസവും ആ വാളിനെ കണ്ട് ആ വാളിനോടൊരു താതാത്മ്യം വന്നു. പിന്നെ അത് ഇടയ്ക്ക് കയ്യിലെടുക്കും, അതിങ്ങനെ വീശിയൊക്കെ നോക്കും. കുറച്ച് കഴിഞ്ഞപ്പോ അതൊന്ന് പ്രയോഗിക്കണം തോന്നും. പിന്നെ കണ്ണിക്കണ്ട ചെടികളെയൊക്കെ വെട്ടും, പിന്നെ ജന്തുക്കളെയൊക്കെ വെട്ടാൻ തുടങ്ങി. പിന്നെ ആരൊക്കെ നേരിട്ട് വന്ന് അവരെയൊക്കെ വെട്ടിക്കൊല്ലാനൊക്കെ തുടങ്ങി. അപ്പോ തപസ്വിയായ മഹർഷി വെറുതെ വാള് കയ്യിൽ വെച്ചതിന്റെ ഫലമായിട്ട് എന്തായി? മഹാഹിംസ സ്വഭാവമുള്ള ആളായിട്ട് മാറി. ആള്
അപ്പൊ അത് ആ ഒരു കഥ പറഞ്ഞുകൊണ്ട് ശ്രീരാമസ്വാമിയോട് സീതാദേവി പറയുന്നുണ്ട്, അമ്പും വില്ലൊക്കെ ഉപേക്ഷിക്കൂ, നമുക്ക് ആരുമായിട്ടും ശത്രുതയൊന്നും വേണ്ട, മിണ്ടാതെ നമ്മളുണ്ട്, നമ്മുടെ പാടുണ്ട്, തപസ് ചെയ്ത് നമുക്ക് 14 വർഷം കഴിയുമ്പോൾ തിരിച്ചു പോകാം എന്ന് പറയും. അപ്പൊ ശ്രീരാമചന്ദ്രസ്വാമി സീതയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, നീ കൊള്ളാം, നീ ജനക മഹാരാജാവിന്റെ മകൾ തന്നെയാണ്, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറെ വിദ്യയൊക്കെ നിനക്ക് അറിയാം. പക്ഷേ നമ്മളിവിടെ വനവാസത്തിന് വന്നതേ തപസ്സിന് വന്നല്ലാട്ടോ, നമ്മൾ തപസ് ചെയ്യാനായിട്ട് വന്നതല്ല, നമുക്ക് വേറെ പണിയുണ്ട് ഇവിടെ. ഞാൻ ക്ഷത്രിയനായിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ഷത്രിയന്റെ ധർമ്മം എല്ലാവരുടെയും രക്ഷയാണ്. ഞാൻ ഭരതന്റെ പ്രതിനിധിയായിട്ട് ഈ വനത്തെ രക്ഷിക്കാൻ വന്നതാണ്, വനവാസികളായിട്ട് ഋഷീശ്വരന്മാരെ രക്ഷിക്കാൻ വന്നതാണ്. അതുകൊണ്ട് എന്റെ കയ്യിൽ എപ്പോഴും ആയുധം ഉണ്ടായിരിക്കും. ഇത് ഞാൻ കളയാൻ പോകുന്നില്ല, ഉപേക്ഷിക്കാൻ പോകുന്നില്ല. 14 വർഷവും എന്റെ കയ്യിൽ ആയുധം ഉണ്ടാവും എന്ന് അങ്ങോട്ട് ക്ഷത്രിയ ധർമ്മം പറഞ്ഞു കൊടുത്തു. അപ്പൊ സീതയ്ക്ക് ലജ്ജയായി, അയ്യോ ഇത്രയൊക്കെ അറിയുന്ന ആളെയാണ് താൻ പോയിട്ട് ഉപദേശിക്കാൻ പോയത് എന്ന് വിചാരിച്ച് പാവം ചമ്മിപ്പോയി. ഭഗവാനോട് ക്ഷമാപണം ചെയ്യും, അങ്ങയെ പോലെ സർവജ്ഞനായിട്ടുള്ള ഒരാളോട് ഞാൻ അവിവേകം പറഞ്ഞുവല്ലോ, എന്റെ അറിവിനെ പ്രദർശിപ്പിച്ചുവല്ലോ എന്ന് പറഞ്ഞ് സീതാദേവി ക്ഷമാപണം ചെയ്യും. അപ്പൊ അത്ര പോലും ഉറക്കത്തിൽ പോലും എന്ന് പറഞ്ഞ പോലെ ശ്രീരാമസ്വാമി എന്ത് ചെയ്യില്ല, അമ്പും വില്ലും ദൂരെയൊന്നും വെക്കില്ല, അടുത്ത് തന്നെ വെച്ചിട്ടാണ് ഉറങ്ങുന്നത് പോലും എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു രക്ഷാനിപുണമായ ക്ഷത്രിയ അവതാരമാണ് ശ്രീരാമസ്വാമിയുടെ അവതാരം. ആ ശ്രീരാമസ്വാമിയാണ് നമ്മൾ ധ്യാനിക്കണം. എന്തിനായിക്കൊണ്ട്? രക്ഷയ്ക്കായിക്കൊണ്ട്. അപ്പോ ശ്രീരാമസ്വാമിക്ക് ആയുധത്തിന് ഇനി ആരുടെയെങ്കിലും പുറകെ പോണോ? രക്ഷയ്ക്കായിക്കൊണ്ട് എപ്പോഴും കയ്യില് റെഡിയിലുണ്ട് വെപ്പൺ, ബ്രഹ്മാസ്ത്രമൊക്കെ കയ്യിലുണ്ട് എന്നർത്ഥം. ഏത് വേണമെങ്കിൽ പ്രയോഗിക്കാൻ തയ്യാറാണ്. അപ്പൊ റെഡിയിലാണ്. അത് സൂചിപ്പിക്കുകയാണ് ധൃതശരധനുഷം ബദ്ധ പദ്മാസനസ്ഥം. താമര പോലെയുള്ള കാല് പിണച്ചു വെച്ചിട്ടാണ് ഇരിക്കുന്നത്, അതിലാണ് മടിയില് ദേവിയെ വെച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ ഭാവം. ബദ്ധ പദ്മാസനസ്ഥം, പദ്മാസനം ബന്ധിച്ചിരിക്കുന്നവനും. പീതം വാസോവസാനം, പീതം വാസഹ, പീതം മഞ്ഞ, വാസഹ വസ്ത്രം, വസാനം ധരിച്ചിരിക്കുന്നവൻ. വസിക്കുക എന്ന് പറഞ്ഞാൽ ആച്ഛാദനം ചെയ്യുക എന്നാണ്. വസ് ആച്ഛാദനേ, അതിൽ നിന്നാണ് വസ്ത്രം എന്ന ശബ്ദം ഉണ്ടാവുന്നത്. മറയ്ക്കുന്നത്, ചുറ്റുന്നത് എന്നൊക്കെ അർത്ഥമാണ് വസ്ത്ര ശബ്ദത്തിന് അർത്ഥം. ആച്ഛാദനം ചെയ്യുന്നത്. അപ്പോ പീതം വാസോ വസാനം, മഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. പീതാംബരധാരിയാണ്. നവകമലദളസ്പർദ്ധി നേത്രം. നവകമലദളം, നന്നായി വികസിച്ച പുതിയ കമലദളത്തിന്റെ താമര ഇതളിനോട് സ്പർദ്ധിക്കുന്ന നേത്രം, മത്സരിക്കുന്ന നേത്രം എന്നർത്ഥം. ഭഗവാന്റെ കണ്ണ് താമരക്കണ്ണ് എന്ന് പറയും അല്ലെ. താമരക്കണ്ണനാണ്, ചെന്താമരക്കണ്ണനാണ്. പക്ഷെ താമരദളത്തോട് പോലും മത്സരിക്കുകയാണ് ഭഗവാന്റെ ചെന്താമര പോലെയുള്ള വികസിച്ചതായിട്ടുള്ള വലിയ കണ്ണ്. താമരയ്ക്ക് ലജ്ജ തോന്നും ഭഗവാന്റെ കണ്ണ് കണ്ടാൽ. അങ്ങനെ നവ കമലദള സ്പർദ്ധി നേത്രം പ്രസന്നം. എപ്പോഴും പ്രസന്റ് ആണ് ആര്? ശ്രീരാമസ്വാമി. സൗമ്യനാണ്, പ്രസന്നനായിരിക്കുന്നവനും. വാമാങ്കാരൂഢ സീതാമുഖ കമലമിളലോചനം. തന്റെ ഇടത് തുടയിലിരിക്കുന്നവളായ സീതാദേവിയുടെ മുഖകമലത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണോടുകൂടിയവനും. നീരദാഭം, നീരദം എന്നാൽ മേഘം. നീരം ദദാതി, വെള്ളം നൽകുന്നത് ആരാണ്? മേഘം. അതുകൊണ്ട് നീരദം, അമ്പുതം, വാരിതം, ഇങ്ങനെ മേഘത്തിന് വെള്ളത്തിന്റെ പര്യായങ്ങളോട് ചേർത്ത് ദം ചേർത്താൽ മേഘമായി. അപ്പൊ നീരദ ആഭം. ആഭം എന്ന് പറഞ്ഞാലോ ശോഭയോട് കൂടിയത്, മേഘം പോലെ വർണ്ണത്തോട് കൂടിയത്. മേഘശ്യാമള വർണ്ണനാണ് ശ്രീരാമചന്ദ്രൻ, കാർമേഘ വർണ്ണനാണ്. നീരദാഭം നാനാലങ്കാരദീപ്തം ദദതമുരു ജടാമണ്ഡലം രാമചന്ദ്രം. ജടാമണ്ഡലം ധരിച്ചിരിക്കുന്നവനായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അലങ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് പരിമിതപ്പെടുത്താം. നാനാ അലങ്കാര ദീപ്തം, വിവിധ അലങ്കാരങ്ങൾ കൊണ്ട് ജ്വലിക്കുന്നവൻ എന്ന് പറഞ്ഞാല് അവിടെ സ്വർണ്ണാഭരണങ്ങളൊന്നും കാര്യമായിട്ട് നമ്മൾ കാണണ്ട. നല്ല മരവിരിയും രുദ്രാക്ഷമാലയും പൂക്കൾ കൊണ്ടുള്ള മാലകൾ ജടയിലും കഴുത്തിലും ഒക്കെ അണിഞ്ഞതായിട്ടും ഒക്കെ നമുക്ക്
കാണാം കുറികളൊക്കെ ധരിച്ചിട്ടുണ്ടാവും, നല്ല കസ്തൂരി തിലകമോ അതുപോലെയുള്ള ചന്ദനക്കുറിയോ ഒക്കെ ധരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വനവാസ കാലത്ത് ഏതെല്ലാം അലങ്കാരങ്ങൾ ഉചിതമോ ആ അലങ്കാരങ്ങളോട് കൂടിയതായിട്ടുള്ള ആ വനവാസിയായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ധ്യാനിക്കുന്നു എന്നാണ്. അപ്പൊ സീതയെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരുന്ന രാമചന്ദ്ര പ്രഭുവാണ്. 13 വർഷവും രക്ഷിച്ചിരുന്നു. ഒരൊറ്റ കുറച്ച് നേരത്തേക്കൊന്ന് അകന്നിരുന്നേ ഉള്ളൂ അല്ലേ? ഏത് സമയത്ത് ആ മാനിന്റെ പുറകെ പോയി ഒരു അബദ്ധം പറ്റിയുള്ളൂ. അപ്പോഴാണ് രാവണൻ വന്ന് തട്ടിക്കൊണ്ടുപോയത്. അതിന് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തു. എത്ര കഷ്ടപ്പെട്ടിട്ട്, എത്ര അന്വേഷിച്ച് ചെന്ന് കടൽ കടന്ന് കടലിന് സേതുബന്ധനം പോലും ചെയ്ത് അവിടെ ചെന്ന രാക്ഷസന്മാരുടെ മടയിൽ ചെന്ന് ഇത്രയും ദേവന്മാരെ പോലും ആട്ടിക്കളഞ്ഞ് അവരെല്ലാം ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഇന്ദ്രജിത്തും കുംഭകർണനും രാവണനും അതുപോലെയുള്ളതായിട്ടുള്ള പ്രഗത്ഭന്മാരുടെയൊക്കെ നേരിൽ ചെന്ന് അവരെയെല്ലാം കൊന്നൊടുക്കി അവരിൽ നിന്ന് സീതയെ വീണ്ടെടുത്ത രക്ഷാ നിപുണനാണ്, കാരുണ്യമൂർത്തിയാണ് ആര്? ഈ ശ്രീരാമചന്ദ്ര പ്രഭു. അപ്പൊ നമ്മള് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ധ്യാനിച്ചുകൊണ്ട് രക്ഷാമന്ത്രം ചൊല്ലിയാൽ നമുക്ക് രക്ഷ ഇല്ലാതിരിക്കുമോ? അപ്പൊ ആ ഒരു ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വേണം നമ്മൾ ഈ മന്ത്രം ചൊല്ലാനായിക്കൊണ്ട് ഈ ധ്യാന ശ്ലോകം കൊണ്ട് മനസ്സിൽ ആ ശ്രീരാമസ്വാമിയുടെ ആ ഒരു ഭാവത്തെ രക്ഷിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ തന്നെ ആശ്രയിച്ചവർക്കൊക്കെ അഭയം കൊടുക്കുക എന്നുള്ളത് ശ്രീരാമസ്വാമിയുടെ വ്രതമായിരുന്നു. അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം മമ. ആരൊക്കെ അഭയം ചെന്നപ്പോഴും അഭയം കൊടുത്ത ആളാണ് ശ്രീരാമസ്വാമി. വിഭീഷണന് അഭയം കൊടുത്തു, സുഗ്രീവന് അഭയം കൊടുത്തു. ഇനി ആരൊക്കെ അഭയം വന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ കൊടുക്കുമായിരുന്നു. രാവണന് അഭയം കൊടുക്കാൻ പല പ്രാവശ്യം തയ്യാറായതാണ്. അവസാനം പോലും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കൊല്ലാതെ വിട്ടു. ഇന്ന് പോയി നാളെ വാന്ന്. എന്തിനാണ്? ഒരു അവസാന ചാൻസും കൂടി കൊടുത്തതാണ്. രാത്രി കിടക്കുമ്പോ ആലോചിച്ചിട്ട് ഉറക്കം വരാതെ രാവിലെ നേരത്തെ വന്ന് അഭയം ചോദിക്കട്ടെ, എന്നാലെങ്കിലും താൻ അവന് അഭയം കൊടുത്തു വിടാം എന്നുള്ള മനസ്സാണ് രാമന്. അപ്പൊ ആർക്കും അഭയം കൊടുക്കാനുള്ള മനസ്സാണ്. ഒരാൾക്ക് മാത്രം അഭയം കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. ആർക്കാ? ബാലിക്ക് മാത്രം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ശ്രീരാമസ്വാമിയുടെ വ്രതമാണ് എല്ലാവർക്കും, തന്നെ ശരണം പ്രാപിച്ചവർക്കൊക്കെ അഭയം കൊടുക്കുക. ആ വ്രതം ലംഘിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബാലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത്. ബാലി കാരയോട് പറഞ്ഞിട്ടാ വന്ന് അല്ലേ, ശ്രീരാമസ്വാമിയെ ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാൽക്കൽ വീണ് അഭയം പ്രാപിക്കും. അദ്ദേഹത്തിന് എന്നോട് നേരിട്ട് പ്രത്യേകിച്ച് ശത്രുതയൊന്നും ഇല്ലല്ലോ, മാത്രമല്ല സുഗ്രീവനേക്കാൾ പ്രയോജനം എന്നെ കൊണ്ട് അദ്ദേഹത്തിന് എളുപ്പത്തിൽ കാര്യം സാധിക്കും, അപ്പൊ ഞാൻ ചെന്ന് ശരണം പ്രാപിക്കുമെന്ന് താരയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ബാലി വന്നത്. അത് ബാലിയേക്കാൾ നന്നായിട്ട് ആർക്കറിയാം? ശ്രീരാമസ്വാമിക്ക് അറിയാം. ശ്രീരാമസ്വാമിക്ക് എല്ലാവരുടെയും സൈക്കോളജി അറിയുന്ന ആളാണ്. അപ്പോ താൻ ബാലിയുടെ നേരെ നിന്നുകൊണ്ട് അസ്ത്രം എയ്താൽ ആ അസ്ത്രം എയ്യുന്നതിന് മുമ്പേ തന്നെ ബാലി എന്ത് ചെയ്യും? ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ച് വീഴും, ശരണം പ്രാപിക്കും. ഒന്നാമത് സുഗ്രീവനോട് ചെയ്ത സത്യപ്രതിജ്ഞ ലംഘിക്കേണ്ടി വരും. അത് മാത്രമല്ല, ബാലി ചെയ്ത അപരാധത്തിന് ബാലിക്ക് ശിക്ഷ കൊടുക്കാൻ സാധ്യതയില്ല. പിന്നെ അപ്പൊ ബാലി നരകത്തിലേക്ക് പോണ്ടി വരും. ഇവിടെ ഭൂമിയിൽ തന്നെ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ നരകത്തിൽ പോകേണ്ടി വരില്ല. അപ്പൊ ബാലിക്ക് സദ്ഗതി കൊടുക്കാൻ കൂടിയാണ് ഭഗവാന്റെ തീരുമാനം. ബാലിയെ നന്നാക്കിയെടുക്കാനാണ് തീരുമാനം. നമ്മൾ ഈ ലോകവാസം അവസാനത്തെ ഒരു ഇതായിട്ട് കാണുന്നതുകൊണ്ടാണ് അത് വലിയൊരു കുറ്റമായിട്ട് തോന്നുന്നത് അല്ലേ. അദ്ദേഹത്തെ വധിച്ചു എന്ന് പറയുമ്പോഴേക്കും അത് അവസാനത്തേതായിട്ട് തോന്നണം. അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വധം എന്നുള്ളത് ഭാവിയിലേക്കുള്ള നന്മയുടെ ഒരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിന് ഇനിയൊരു ജന്മമോ ഇല്ലാത്ത രീതിയിൽ മോക്ഷമോ കൊടുക്കുന്ന ഒരവസ്ഥയാണത്. അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൊടുത്തത്. ഇനി അദ്ദേഹം ജീവനോടുകൂടെ ബാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം രാവണനെ ബന്ധിച്ചുകൊണ്ട് രാമന്റെ കാൽക്കൽ വെച്ചേനെ. അപ്പൊ രാമായണം കഥ മാറ്റേണ്ടി വരും, ഒരുപാട് മാറ്റം വരേണ്ടി വരും. അപ്പൊ രാമായണമേ ഉണ്ടാവില്ല, പിന്നെയുള്ളത് ബാലിയുടെ വിജയമായിരിക്കും. അപ്പൊ അങ്ങനെയൊന്നും അല്ല ആവേണ്ടത് കഥ, അതിനല്ല രാമന്റെ അവതാരം. അപ്പൊ അതൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ശ്രീരാമസ്വാമി ബാലിയെ ഒളി അമ്പെയ്ത് കൊന്നത്. നേരെ നിന്നാൽ അഭയം കൊടുക്കേണ്ടത് തന്റെ വ്രതമായതുകൊണ്ട്, ക്ഷത്രിയന്റെ വ്രതമാണ് തന്നെ ശരണം പ്രാപിക്കുന്നവർക്കൊക്കെ അഭയം കൊടുക്കുക എന്നുള്ളത് ക്ഷത്രിയന്റെ വ്രതമാണ്, ധർമ്മമാണ്. അത് അറിയാത്ത ആളുകളാണ് രാമനെ കുറിച്ച് കുറ്റം പറയുക. ഇരിക്കട്ടെ. അപ്പൊ നമ്മള് ധ്യാന ശ്ലോകം ഒന്ന് നന്നായി മനസ്സിലാക്കി. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദദദമുരു ജടാമണ്ഡലം രാമചന്ദ്രം. മറ്റേ അടുത്ത പരിപാടിക്കുള്ള ആളുകൾ റെഡിയായി കഴിഞ്ഞു? ഇല്ലല്ലോ, ആയിട്ടില്ലല്ലോ. ഒന്ന് സിഗ്നൽ തരണം. അടുത്തത് ശരിക്കുള്ള രക്ഷാസ്തോത്രം, രാമരക്ഷാസ്തോത്രം ആരംഭിക്കുന്നു. ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പുംസാം മഹാപാതകനാശനം. ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പുംസാം മഹാപാതകനാശനം. ഇതൊരു ആമുഖമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ഇത് രാമായണത്തിൽ തന്നെ, വാൽമീകി രാമായണത്തിൽ തന്നെയുള്ള ശ്ലോകത്തെ ഈ ബുധകൗശിക ഋഷി ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം,
ഏകൈകമക്ഷരം പുംസാ മഹാപാതക നാശനം. രഘുനാഥസ്യ ചരിതം. രഘുനാഥൻ രഘുവംശത്തിലെ നാഥൻ. നാഥൻ എന്ന് പറയണമെങ്കിൽ തന്നെ ആശ്രയിക്കപ്പെടുന്നവനാണ് നാഥൻ. നാഥ്യതേ ഇതി നാഥ. എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ നാഥൻ. അപ്പൊ എല്ലാവർക്കും ശരണം കൊടുക്കാൻ ശക്തിയുള്ളവനാണ് നാഥൻ. ഇവിടെ രഘുനാഥനാണ് ഭഗവാൻ. രഘുനാഥൻ എന്ന് പറഞ്ഞാലോ ആ രഘുവംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ, എല്ലാവർക്കും ആശ്രയിക്കാൻ യോഗ്യനായ ചക്രവർത്തിയാണ് ഇവിടെ ശ്രീരാമസ്വാമി. ആ രഘുനാഥസ്യ ചരിതം, അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്നും പറയാം. അദ്ദേഹത്തിന്റെ ചാരിത്രം അഥവാ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, അതും ചരിതമാണ്. ചരിതവും ക്യാരക്ടറാണ്. ഹിസ്റ്ററിയും ക്യാരക്ടറും ചരിതമാണ്, ഹിസ്റ്ററിയും ചരിതമാണ്. രണ്ടർത്ഥത്തിലും ഇവിടെ ചരിതത്തെ എടുക്കാം. അത് ശതകോടി പ്രവിസ്തരം. ഏകൈകം അക്ഷരം പുംസാ മഹാപാതക നാശനം. ശതകോടി പ്രവിസ്തരം. 100 കോടിക്കണക്കിന് വാക്കുകളെ കൊണ്ട് വിസ്താരമായി കിടക്കുന്നതാണ് ശ്രീരാമസ്വാമിയുടെ ചരിത്രം. എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമാണ്. ഒരുപാട് പറയാനുണ്ട് ശ്രീരാമസ്വാമിയുടെ ചരിത്രം. അതിൽ ഏകൈകം അക്ഷരം, ഓരോ അക്ഷരവും പുംസാം മഹാപാതക നാശനം. കേൾക്കുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ അത് പറയുന്ന പുരുഷന്മാർക്ക് മഹാപാതകത്തെ, എത്ര വലിയ പാതകങ്ങളാണെങ്കിലും അത് നശിപ്പിക്കുന്നതാണ്. വലിയ വലിയ പാതകങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് പോലും ആ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ചരിതം കേൾക്കുകയോ കീർത്തിക്കുകയോ ചൊല്ലുകയോ ഒക്കെ ചെയ്താൽ അത് അവരുടെ മഹാപാതകങ്ങളെ നശിപ്പിക്കുന്നു. കാരണം ആ ശ്രീരാമസ്വാമിയോട് ബഹുമാനമുണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ശ്രീരാമസ്വാമിയോട് നമുക്ക് ബഹുമാനം ഉണ്ടാവുന്നത്? അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠ കൊണ്ടാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ്. രാമായണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രാമന്റെ വഴി എന്നാണ്. രാമസ്യ അയനം രാമായണം, രാമന്റെ മാർഗം. രാമന്റെ മാർഗം ഏത് മാർഗമാണ്? ധർമ്മത്തിന്റെ മാത്രം മാർഗമാണ്. ആ ധർമ്മത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത വഴിയാണ്. ഒരൊറ്റ വഴിയേ രാമന് സഞ്ചരിക്കാൻ അറിയുള്ളൂ, അത് ധർമ്മത്തിന്റെ മാർഗം. അതാണ് രാമായണം എന്നുള്ള വാക്കിന്റെ മുഖ്യ അർത്ഥം. രാമായണം എന്നാൽ ധർമ്മത്തിന്റെ മാർഗം. രാമന്റെ വഴി ധർമ്മമാർഗമാണ്. ധർമ്മം ചര എന്ന വേദവാക്കിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് 2 ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ടത്. മഹാഭാരതമാണെങ്കിലും വാൽമീകി രാമായണമാണെങ്കിലും അത് രണ്ടിന്റെയും സന്ദേശം ലോകത്തിന് ധർമ്മം ചര എന്നാണ്. വേദത്തിലെ ഉപദേശമാണ് ധർമ്മം ചര. എങ്ങനെ ചരിക്കണം? മുമ്പിൽ ഒരാൾ പോണ്ട്, പുറകെ പൊക്കോളൂ. അതാണ് രാമൻ. മുമ്പിൽ പോകുന്ന ആളാണ് രാമൻ. അപ്പൊ രാമായണം എന്ന് പറഞ്ഞാൽ രാമന്റെ വഴി ധർമ്മത്തിന്റെ വഴിയാണ്. പുറകെ വെച്ച് പിടിച്ചോളൂ, വഴി തെറ്റില്ല നിങ്ങൾക്ക്. ധർമ്മം ചര എന്ന് പറഞ്ഞാൽ രാമം അനുചര. രാമനെ അനുചരിച്ചാൽ ധർമ്മത്തിന്റെ മാർഗത്തിലേ പോകുള്ളൂ, വഴി തെറ്റുകയില്ല. ഇതാണ് രാമായണത്തിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ രാമനെ നമ്മൾ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ രാമൻ ഏതൊരു ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നുവോ, അല്ലെങ്കിൽ ഏതെല്ലാം ധർമ്മങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുവോ അതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നാണ് അർത്ഥം. അല്ലാതെ രാമന്റെ വീര്യത്തെ മാത്രമല്ല നമ്മൾ ആരാധിക്കുന്നത്, രാമന്റെ ശക്തിയെ മാത്രമല്ല നമ്മൾ ആരാധിക്കുന്നത്, രാമന്റെ ഗുണങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ആ രാമനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളില് ആ മൂല്യങ്ങളോടുള്ള ആരാധന വന്നു. അങ്ങനെ മൂല്യങ്ങളോടുള്ള ആരാധന ആരുടെ ഉള്ളിൽ വരണമോ അവൻ നേരെയായി. അവൻ അധികം താമസിയാതെ, ഇപ്പോഴും ചില സ്വഭാവം കൊണ്ട് ചില ദോഷങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ കുറച്ചു കാലം രാമ 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 എന്ന് പറഞ്ഞിരുന്നാൽ ആരെ പോലെയാവും? വാൽമീകിയെ പോലെയാവും. അപ്പൊ വാൽമീകി ആരായിരുന്നു മുമ്പ്? രത്നാകരൻ എന്ന കൊള്ളക്കാരനായിരുന്നു. അത്രയും വലിയ കൊള്ളക്കാരനെ പോലും ആ രാമ ശബ്ദം, രാമനാമം കൊണ്ട്
ഇത്രയും മഹാനായ ആദികവിയായി മാറ്റിയെങ്കിൽ നമ്മളൊന്നും രത്നാകരനെ പോലെ മോശമൊന്നുമല്ലല്ലോ. അത്രയൊന്നും വലിയ പാതകങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആണോ? അപ്പൊ നമ്മൾ രാമനാമം ജപിച്ചാൽ രാമന്റെ മഹിമ അറിഞ്ഞുകൊണ്ട് രാമൻ പ്രതിനിധാനം ചെയ്യുന്ന ധർമ്മങ്ങളുടെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ രാമനാമം ജപിച്ചാൽ നമ്മൾക്ക് മാറ്റം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. അതാണ് മഹാപാതക നാശനം. നമ്മളെ കൊണ്ട് പാതകങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പാതകം ചെയ്യില്ല. ചെയ്ത പാപങ്ങളൊക്കെയോ അത് നശിച്ചും പോകും. നമ്മുടെ ഉള്ളിൽ നിന്ന് അതിന്റെ വിത്ത് പോലും ദഹിച്ചു പോലും വാസന പോലും ഇല്ലാതെയായി പോകും. അതാണ് രാമന്റെ ചരിതം. അത് വിസ്താരമേറിയതാണ്. അതാണ് അധ്യാത്മ രാമായണം, വാൽമീകി രാമായണം, അങ്ങനെ അനേക രാമായണങ്ങളായിട്ട് ലോകത്ത് വിസ്തരിക്കപ്പെട്ടിരിക്കുന്നത്. ആ ചരിതം അതാരാണോ ശ്രവിക്കുന്നത്, ആരാണോ കീർത്തിക്കുന്നത്, തീർച്ചയായിട്ടും അവരുടെ ഹൃദയം ശുദ്ധമാകും, അവരുടെ ഉള്ളിൽ ധർമ്മബോധം ഉറയ്ക്കും, അവര് പരിശുദ്ധരായ രാമനെ പോലെ ആയിത്തീർന്ന് മുക്തരായി തീരും. മഹാപാതക നാശനം. അപ്പൊ ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ചുമ്മാ അടിച്ചുവിടുന്ന ഇതല്ല, മന്ത്രങ്ങളല്ല എന്ന് പറയാം. ആ രാമനെ അറിഞ്ഞുകൊണ്ട് രാമചരിതം കേൾക്കണം. ധ്യാത്വാ നീലോൽപലശ്യാമം രാമം രാജീവലോചനം ജാനകീ ലക്ഷ്മണോപേതം ജടാമകുടമണ്ഡിതം സാസിദ്ധൂണധനുർബാണപാണിം. ഓ, നിങ്ങൾക്ക് ചൊല്ലിത്തന്നില്ല അല്ലെ? മറന്നു. അയ്യോ, ആള് വന്നോ? 5 മിനിറ്റ്. എന്താ അന്നത്തെ കലാപരിപാടി? ഓ, അത് ഞാൻ മാറി നിന്നാല് സഹായിക്കും. ഇതുകൊണ്ട് മറണായി. ധ്യാത്വാ നീലോൽപലശ്യാമം രാമം രാജീവലോചനം ജാനകീ ലക്ഷ്മണോപേതം ജടാമകുടമണ്ഡിതം സാസിതൂണധനുർബാണപാണിം നക്തഞ്ജരാന്തകം സ്വലീലയാ ജഗത്രാതും ആവിർഭൂതമജം വിഭും രാമരക്ഷാം പടേ പ്രാജ്ഞഃ പാവഗ്നീം സർവകാമദാം. അവിടെ കുറിക്കണം. ഇനിയുള്ളത് രാമരക്ഷ ആരംഭിക്കുകയാണ്. ഏത്? ശിരോമേ രാഘവ പാതു ബാലം ദശരഥാത്മജഃ കൗസല്യോ ദൃശൗ പാതു വിശ്വാമിത്ര പ്രിയ സ്തുതി ഗ്രാണം. അപ്പൊ അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെ രാമൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോ 5 വരികളില് ഇപ്പോ ഒരു ആശയം പറഞ്ഞിരിക്കണം, അന്വയിക്കേണ്ടതാണ്. എന്താണ് പറഞ്ഞത്? രാമരക്ഷ പടേ പ്രാജ്ഞഃ. പ്രാജ്ഞഃ ബുദ്ധിമാൻ, വിവേകി എന്നൊക്കെ അർത്ഥമാണ് പ്രാജ്ഞൻ. പ്രകർഷേണ ജ്ഞാനമുള്ളവൻ പ്രാജ്ഞൻ. മറ്റേ രീതിയിലും വ്യാഖ്യാനിക്കാം. പ്രകർഷേണ അജ്ഞനും പ്രാജ്ഞനാണ്, ഒന്നും അറിയാത്ത മൂഢനും പ്രാജ്ഞനാണ്. ഇവിടെ ഏതർത്ഥത്തിലാണ് പ്രയോഗം? ഇവിടെ പ്രകർഷേണ ജ്ഞഃ, നല്ല ജ്ഞാനമുള്ളവൻ, ബുദ്ധിമാൻ, വിവേകി, പണ്ഡിതൻ എന്നൊക്കെ അർത്ഥമാണ്. എന്തുകൊണ്ടാണ് അവനെ വിവേകി എന്ന് പറയുന്നത്? അവന് ഈ ഒരു സംസ്കാരം കിട്ടിയിരിക്കുന്നു. ഭഗവാനെ രക്ഷയ്ക്കായിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തോന്നുന്നെങ്കിൽ തന്നെ അവൻ നല്ല വിവേകം ഉള്ളവനാണ്. ഭക്തി വിവേകത്തിന്റെ ലക്ഷണമാണ്. ഇപ്പൊ ഭഗവാനോട് ഭക്തിയും ശ്രദ്ധയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ വിവേകം ഉദിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇപ്പൊ രാമരക്ഷാം പടേ പ്രാജ്ഞഃ. ഒരു വിവേകിയായിട്ടുള്ള ഒരാൾ രാമരക്ഷാ സ്തോത്രത്തെ പഠിക്കേണ്ടതാണ്, ചൊല്ലേണ്ടതാണ്. എങ്ങനെയുള്ളതാണ് ഈ രാമരക്ഷ? പാപഗ്നി സർവകാമദാം. അവിടെ പാപാഗ്നി ഒന്നുണ്ടാവും അല്ലെ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. പാപഗ്നി ആക്കാം. അങ്ങനെ തന്നെയാണോ? പാപഗ്നി തന്നെയാണ്.
പാപവേറുണ്ട്, പാപാഗ്നിയുമുണ്ട്. അതല്ല ശരി, പാപഗ്നി എന്നാണ്. എന്താ പാപഗ്നി? പാപങ്ങളെ ഹനിക്കുന്നത് പാപഗ്നി, അതിന്റെ ദ്വിതീയാണ് പാപഗ്നി. പാപങ്ങളെ നശിപ്പിക്കുന്നതും സർവകാമങ്ങളെയും ദാനം ചെയ്യുന്നതും എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നതാണ് ഏത്? ഈ രാമരക്ഷാ സ്തോത്രം. അപ്പൊ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതും നമ്മുടെ പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതും നമ്മളുടെ ആഗ്രഹങ്ങളെയെല്ലാം സാധിപ്പിച്ചു തരുന്നതുമാണ് ഈ രാമരക്ഷാ സ്തോത്രം. ഇനിയിപ്പോ എന്തെങ്കിലും വേണ്ടതുണ്ടോ പ്രത്യേകമായിട്ട്? രാമരക്ഷാ സ്തോത്രം ഒന്നുകൊണ്ട് തന്നെ മൾട്ടി പർപ്പസ് ആണ്, ഓൾ ഇൻ വൺ ആണ്. എല്ലാ കാര്യങ്ങളും ഒരൊറ്റ രാമരക്ഷാ സ്തോത്രം കൊണ്ട് സാധിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പം എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നാണ് ആദ്യം പറഞ്ഞത്. നീലോൽപലശ്യാമം രാമം, രാമനെ ധ്യാനിച്ചിട്ട്. എങ്ങനെയുള്ള രാമനെ ധ്യാനിച്ചിട്ട്? നീലോൽപലശ്യാമം രാമം ധ്യാത്വാ. നീലോൽപലം നീലത്താമര. അപ്പൊ നീലത്താമര പോലെയുള്ള ശ്യാമവർണ്ണനായിരിക്കുന്ന രാമനെ ധ്യാനിച്ചിട്ട്. നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലിയോ? അതില് നീലയുടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നീരതാപം അല്ലെ? കാർമേക വർണ്ണനായിരിക്കുന്ന രാമനെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞ് ധ്യാനിച്ചു. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. രാമനെ ധ്യാനിച്ചിട്ട്, നീലോൽപല ശ്യാമനായിരിക്കുന്ന രാമനെ ധ്യാനിച്ചിട്ട്. എങ്ങനെയുള്ള രാമനെ? പിന്നെ ഈ രാമനെ വിശേഷിപ്പിച്ചതാണ് രാജീവലോചനം. രാജീവം താമരയുടെ പര്യായമാണ് രാജീവം. ലോചനമോ? കണ്ണ്. അപ്പൊ താമരക്കണ്ണനായ രാമനെ, നീലോൽപല ശ്യാമനായ രാമനെ ധ്യാനിച്ചിട്ട്. പിന്നെ രാമനെ എങ്ങനെ ധ്യാനിക്കണം? ജാനകി ലക്ഷ്മണോപേതം. ജാനകിയോടും ലക്ഷ്മണനോടും ഉപേതം സേവിക്കപ്പെട്ടിട്ട്, ചുറ്റപ്പെട്ടിട്ട്, സമീപസ്ഥരായി നിൽക്കുന്നവരായിട്ട് ഒക്കെ അർത്ഥമാണ്. ഇതം എന്ന് പറഞ്ഞാൽ സമീപേ ഇതം ഗതം, സമീപം ഗതം. ആരൊക്കെ സമീപത്ത് വന്ന് ചേർന്നിട്ടുണ്ട്? ജാനകി ഇടതുഭാഗത്ത് നിൽപ്പുണ്ട്, ലക്ഷ്മണൻ വലതുഭാഗത്ത് നിൽപ്പുണ്ട്. അതാണ് ജാനകി ലക്ഷ്മണോപേതം. ജാനകി ലക്ഷ്മണന്മാരോട് കൂടിയ രാമനെ ജടാമകുടമണ്ഡിതം. അപ്പൊ വനവാസകാലം തന്നെയാണ്. ജടാമകുട മണ്ഡിതം. ഇവിടെ മകുടസ്ഥാനത്ത് ജടയാണ്. ജടയെ മകുടമായി അലങ്കാരമാക്കി വെച്ചിരിക്കുന്നവനും സാസിതൂണ ധനുർബാണ പാണിം. സാസിതൂണ ധനുർബാണ പാണി. പാണി കൈയാണ്. കയ്യിൽ എന്തൊക്കെയാണ്? ധനുർബാണ പാണിയാണ്. ധനു വില്ലാണ്, ബാണം അമ്പാണ്. പിന്നെന്തുണ്ട്? തൂണമുണ്ട്. തൂണം എന്ന് പറഞ്ഞാലോ അത് തൂണീരമാണ്, ആവനാഴിയാണ്. അത് പുറകിലാണ്, പാണിയിലല്ല. എങ്കിലും അതിനോട് ചേർത്ത് പറഞ്ഞു എന്നേ. അതുപോലെ സാസി എന്ന് പറഞ്ഞാലോ അസിയോട് കൂടിയവനായിട്ട്. അസി എന്നാലോ വാള്. അസി ശബ്ദത്തിന് വാള് എന്ന അർത്ഥമുണ്ട്. അപ്പോ വാള് എവിടെ ധരിച്ചിട്ടുണ്ടാവും? അത് വാളറയിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. കയ്യിൽ വില്ല് കൊമ്പോണ് എപ്പോഴും പിടിക്കുക. വാളൊരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ശരീരത്തോട് ചേർത്ത് അലങ്കാരമായി വെച്ചിട്ടുണ്ടാവും. വേണ്ടപ്പോൾ എടുക്കും. അടുത്തുള്ളവരെ ആക്രമിക്കാൻ അപ്പം വില്ലും പറ്റില്ല. അപ്പോഴാണ് എന്തിന്റെ ആവശ്യം? വാൾ ഊരിയെടുക്കുക. അപ്പൊ റെഡിയുണ്ട്, എക്വിപ്ഡ്, ഒന്നും കുറവില്ല എന്നർത്ഥം. അപ്പൊ ആവനാഴി നിറച്ച് അമ്പുണ്ട്, വാളുണ്ട്, പിന്നെ വില്ലും അമ്പും കയ്യിലും ധരിച്ചിട്ടുണ്ട്. സാസിതൂണ ധനുർബാണ പാണി. അതൊറ്റ പദമാണ്, അതുകൊണ്ട് പിരിക്കാത്തത്. 8 അക്ഷരം കഴിയുമ്പോ പിരിക്കാൻ പറ്റില്ല. നക്തഞ്ചരാന്തകം. നക്തഞ്ചരന്മാര് ആരാണ്? രാക്ഷസന്മാർ. എന്തുകൊണ്ടാണ് അവരെ നക്തഞ്ചരന്മാരെന്ന് പറയുന്നത്? നക്തം എന്നാൽ രാത്രി. രാത്രിയിൽ ചരിക്കുന്നവർ രാത്രിഞ്ചരന്മാർ, നിശാചരന്മാർ, നക്തഞ്ചരന്മാർ. ഒരേ അർത്ഥം തന്നെയാണ് ഈ 3 പദത്തിനും. നിശാചരന്മാർ, രാത്രിഞ്ചരന്മാർ, നക്തഞ്ചരന്മാർ. രാത്രിയിൽ സഞ്ചരിക്കുന്നവർ. അവർ പകൽ ഒളിഞ്ഞിരിക്കും, രാത്രിയിലാണ് അവരുടെ എല്ലാ അട്ടഹാസങ്ങളും. അങ്ങനെയുള്ള നക്തഞ്ചരന്മാരുടെ അന്തകം. അന്തകനാണ് ആര്? ശ്രീരാമസ്വാമി. നക്തഞ്ചരാന്തകം. ആ ദണ്ഡകാരണ്യത്തിൽ
മഹർഷിമാരെ കൊന്നു തിന്നുകൊണ്ടിരുന്ന അനേകം നക്തഞ്ചരന്മാരെ കൊന്നൊടുക്കി. അതുപോലെ ഖരദൂഷണ തൃശിരാക്കളുടെ കൂട്ടത്തിൽ 14,000 പേര് വന്നവരെ മുഹൂർത്ത നേരം കൊണ്ട് കൊന്നൊടുക്കി. പിന്നെ അത് കഴിഞ്ഞ് ലങ്കയിൽ ചെന്ന് നക്തഞ്ചര വംശത്തെ തന്നെ ഉന്മൂലനം ചെയ്തു. അങ്ങനെ നക്തഞ്ചരാന്തകനാണ്. സ്വലീലയാ ജഗത്രാതും ആവിർഭൂതം അജം വിഭും. സ്വലീലയാ ജഗത്രാതും ആവിർഭൂതം അജം. അജനാണ് ഭഗവാൻ. അജൻ എന്നാലോ ജന്മരഹിതനാണ്. യഥാർത്ഥത്തിൽ ന ജായതേനോ മ്രിയദേവാ കഥാചിത്. ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ആത്മസ്വരൂപനായ ഭഗവാൻ മാത്രമല്ല നമ്മളും ആരും ജനിക്കും മരിക്കുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിയുന്നില്ല. നമ്മൾ മരിക്കുമ്പോൾ കരയണു, ജനിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വരുന്നു. വിവരക്കേടാണ്. നമുക്കുമില്ല എന്ത് ജനന മരണങ്ങൾ ഇല്ല. അതാണ് നമ്മളെ ഗീത പഠിപ്പിക്കുന്നത്. ന ജായതേനോ മ്രിയദേവാ കഥാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. നമ്മൾ ഓരോരുത്തരും അജന്മാരാണ്, പക്ഷെ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും അജൻ എന്ന് എപ്പോഴും വിശേഷിപ്പിക്കാറില്ല. ഭഗവാന്മാർക്കൊക്കെ അത് അറിയാം. ഞാൻ ജനനമില്ലാത്തവനാണ്, എങ്കിലും ഇപ്പോൾ ജന്മമെടുത്തു. എന്തിനു വേണ്ടി? ലോകരക്ഷയ്ക്ക് വേണ്ടി, ധർമ്മരക്ഷയ്ക്ക് വേണ്ടി. ജനനമില്ലാത്ത ഞാൻ ജനിക്കുന്നു. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, അജോപിസൻ അവ്യയാത്മാ ഭൂതാനാമീശ്വരോപിസൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമ്യാത്മമായയാ യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പോ അജോഭിസൻ ഭഗവാൻ സ്വയം പറയാ, ഞാൻ ജനനമില്ലാത്തവനായിട്ടും അവ്യയാത്മാ നാശമില്ലാത്തവനായിട്ടും ഭൂതാനാം ഈശ്വരോപിസൻ ഈ പ്രപഞ്ചത്തിലെ സകല ഭൂതങ്ങളെയും നിയന്ത്രിക്കുന്ന നിയാമകനായിരുന്നിട്ടും ഒരു നിയമിതനെ പോലെ ഒരു ശരീരം എടുത്തുകൊണ്ട് ഞാൻ ഇതിന്റെ ഇടയിൽ തന്നെ വന്ന് ജനിക്കുന്നു. അവതാര ശരീരം സ്വീകരിക്കുന്നു. വേഷം കെട്ടാണ് എന്റെ. വെറുതെ ഒന്ന് വേഷം കെട്ടി ഇറങ്ങാണ് ഞാൻ. അത് എനിക്കറിയാം, പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് അവജാനന്തി മാം മൂഢാഃ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തഃ മമ ഭൂതമഹേശ്വരം. മൂഢന്മാരായിട്ടുള്ള ജനങ്ങൾ എന്നെ മനുഷ്യ ശരീരം എടുത്തവൻ എന്ന അവഗണനയോടെ കാണുന്നു, ചെറുതായി കാണുന്നു. എന്റെ യഥാർത്ഥ മഹിമ എന്തെന്ന് അറിയാതെ എന്ന്. അതാണ് ഇവിടെ അജനായ ഭഗവാൻ വിഭുവാണ്. വിഭു എന്നാലോ വിശേഷമായി ഭവിക്കുന്നവൻ, എല്ലാ ശക്തികളും ഉള്ളവൻ, സർവശക്തൻ എന്നർത്ഥമാണ് വിഭു. അപ്പൊ സർവശക്തനായിരിക്കുന്ന ആ ജന്മരഹിതനായ ഭഗവാൻ സ്വലീലയാ തന്റെ ലീലയായിട്ട് ജഗത്രാതും ആവിർഭൂതം ജഗത്തിനെ രക്ഷിക്കുവാനായിക്കൊണ്ട് ആവിർഭവിച്ചവനായിട്ട് ഉള്ള ആ രാമനെ നീലോൽപലതള ശ്യാമനായി ധ്യാനിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? രാമരക്ഷാം പടേ പ്രാജ്ഞ. അങ്ങനെ എന്താണ് ഈ രാമരക്ഷ? പാപഗ്നിയാണ്, സർവ കാമതയാണ്. എല്ലാ കാമങ്ങളെയും നൽകുന്നതാണ്, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള രാമരക്ഷയെ നമുക്ക് പഠിക്കാം നാളെ തൊട്ട്. നമുക്കിപ്പോ സമർപ്പിക്കാൻ. ഇപ്പോൾ വേറൊരു ചെറിയ ഫംഗ്ഷനിൻ്റെ കൂടെ ആഞ്ജനേയ സേവാ സമിതിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം, അതിന്റെ പരിപാടിയിലേക്ക് കിടക്കണം. നമുക്ക് സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം ഹരി ഓം ഹരി ഓം.
ഇരിക്കണോ അവിടെ തന്നെ ഇരുന്നാൽ മതിയോ? എന്താ വേണ്ട? എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? അല്ല, സ്റ്റേജിൽ തന്നെ കയറ്റി വെച്ചാൽ എന്താ കുറച്ച് കണക്കിക്കും. പ്രൊജക്ടറാണത്. അത് തൽക്കാലം എല്ലാവർക്കും ശുഭരാത്രി. അവിടെ വേറെ